بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلاة وسلاما تاما على رسوله الأمين لا نبي بعده وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഈ സംഗമത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, സംഘടനാ മേഖലയിലെ നമ്മുടെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട അഹമ്മദ് തെർലായ്, വേദിയിൽ വളരെ കാലത്തിനു ശേഷം ഞാൻ കാണുന്ന എന്റെ പഴയ പ്രിയങ്കരനായ സുഹൃത്ത് സാദിഖ് ചൊർക്കള, ഈ വലിയ കുടുംബത്തിന്റെ ബഹുമാന്യരായ സാരഥികളെ, ആദരണീയനായ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇപ്പൊ കയറി വന്ന ഹംസമയ്യിൽ എന്ന് പറയുന്ന പുതിയാപ്പിളയുടെ വീട്ടില് പണ്ടൊരു തോണിയിൽ കയറി വന്ന ഓർമ്മയാണ് എനിക്ക് തെർലായിയെ സംബന്ധിച്ചത്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ കുടുംബസംഗമത്തിൽ വളരെ ശ്രദ്ധിച്ചിട്ടേ പോകാറുള്ളൂ. കാരണം ഒന്ന്, കുട്ടികളുടെ നല്ല ബഹളം ഉണ്ടാവും, ഇപ്പൊ അതിങ്ങനെ ചെറുതായി തുടങ്ങിയിട്ടുണ്ട് ആ ഭാഗത്ത്. രണ്ട്, അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണ്ട എന്ന് വിചാരിച്ച് കഴിയുന്നത്ര ഒഴിവാക്കലാണ്. വിളിച്ചത് തെർലായിയാണ്. തെർലായി ഒരു നല്ല സംഘാടകനാണ്. പിന്നെ നമ്മൾ തമ്മിലുള്ള ഒരു നിർവചിക്കാൻ പറ്റാത്ത ആത്മബന്ധം എവിടെയൊക്കെയോ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ത്രസിപ്പിച്ചത്, ഞാൻ തനിച്ച് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വരിക. അപ്പോൾ ഈ പാലം കഴിഞ്ഞപാട് കുറെ ലൈറ്റും ഗേറ്റും. അപ്പൊ ഞാൻ വിചാരിച്ചു വഴി മാറിപ്പോയോ, ഞാൻ വേറെ ഏതോ സമ്മേളനത്തിന്റെ നഗരിയിലെത്തുമോ എന്ന് വിചാരിച്ച് ആരോടൊക്കെയോ ചോദിച്ച്, പക്ഷെ വിസ്മയിപ്പിക്കുന്ന ഒരു പന്തലിന്റെ മുമ്പിൽ, ഈ പന്തൽ ഇപ്പൊ കണ്ണൂരിൽ കലക്ടറേറ്റിന്റെ മുന്നിൽ ഇതുപോലത്തെ ഒരു പന്തൽ ഉണ്ടായി വരുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. മറ്റന്നാൾ തുടങ്ങാനിരിക്കുന്ന സ്കൂൾ കലോത്സവത്തിന്, സംസ്ഥാന കലോത്സവത്തിന് വേണ്ടി ഇതുപോലത്തെ ഒരു പന്തൽ അവിടെ ആളുകൾ ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് ഓല കൊണ്ടുവന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ വലിയ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അരങ്ങുള്ള കുടുംബ സംഗമത്തിന് ഞാൻ പങ്കെടുക്കുന്നത്. ഏതായാലും വലിയ വിശേഷമായി. നല്ല വളണ്ടിയർമാർ ഇവിടെ നിൽക്കുന്നു, നീല ബനിയനൊക്കെ ഇട്ട്. ഞാൻ തെർലായിയോട് ചോദിച്ചു, വരുന്ന വഴിയെ ഇത്രയും ഒരുക്കങ്ങൾ നമ്മൾ ഒരു ദിവസത്തേക്കാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സങ്കടം വരും. അല്ല, നാളെയും പരിപാടിയുണ്ട് എന്നറിഞ്ഞപ്പോൾ നമുക്ക് ആശ്വാസമായി. ഏതായാലും ഈ ഒരു കുടുംബ സംഗമം എന്ന് പറയുന്നതിന്റെ വേരുകൾ പോകുന്നത് കണ്ണൂർ ജില്ലയും കേരളവും മുഴുക്ക ആദരിക്കുന്ന ബഹുമാനനായ കൊയ്യോട് ഉസ്താദിനെ പോലെയുള്ള, നബ്ബറല്ലാഹു മർഖദഹും, അവരെ പോലുള്ള മഹാന്മാരുടെ, പണ്ഡിതന്മാരുടെ വേരുകളിലേക്ക് ഈ ഒരു കുടുംബത്തിന്റെ താവഴി ഇങ്ങനെ പകർന്നു പോകുന്നു എന്നും കൂടി അറിഞ്ഞപ്പോൾ ഇതൊരു ധന്യമായ സംഗമമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു നാട് മുഴുവൻ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. എനിക്കിവിടെ അവതരിപ്പിക്കാൻ കിട്ടിയ വിഷയമാകട്ടെ സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറയുന്ന, പൊതുവെ ഞാൻ പറഞ്ഞ് ശീലമുള്ള, നിങ്ങൾ എന്നെ കേട്ട് ശീലമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എന്നെ കേൾക്കണമെന്ന് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. ഇതൊരു മതപ്രഭാഷണമല്ല, ഇതൊരു കൌൺസിലിംഗ്, ഫാമിലി കൌൺസിലിംഗ് പരിപാടി മാത്രമായിട്ടേ നിങ്ങളിതിനെ കാണാൻ പറ്റുകയുള്ളൂ. കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് ഞാൻ. പൊതുവെ കൌൺസിലിംഗ് മേഖലയിലുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ജീവിതത്തിന്റെ അസ്വസ്ഥതകളെ, പ്രയാസങ്ങളെ, സങ്കടങ്ങളെ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പലതും ഇസ്ലാമികമായി എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായി വന്നതാണ് എന്നും എനിക്ക് നല്ലവണ്ണം അറിയാം. എന്താണ് കുടുംബത്തിന്റെ അകത്ത് ഉണ്ടാകുന്നത്? ഞാൻ ഈ ആണുങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യ അപ്പുറത്തുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈവക്കാമോ? ഉണ്ട് എന്ന് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ വന്നിട്ട് കാണാണ്ടായി എന്നല്ല അതിന്റെ അർത്ഥം. അവിടെ കൂട്ടി വന്നിട്ടുണ്ടോ എന്ന് നോക്കാനാ. ഒന്നും നിങ്ങൾ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരിയ്ക്കുന്ന ആണുങ്ങൾക്ക് അവിടെ ഭാര്യയൊന്നും ഇപ്പുറം ഇല്ലേ? ഉണ്ടാകണമല്ലോ, ഇതൊരു കുടുംബ സംഗമമാണല്ലോ. ഞാൻ
ഇങ്ങനെ ഒരു വാക്ക് ഓർമ്മിക്കുന്നു. ഞാൻ വളരെ മുമ്പ് ഞാനും തെർലായും ഒക്കെ ഒരുമിച്ച് വായിച്ചൊരു പുസ്തകമുണ്ട്. മാത്യു വെല്ലൂരിന്റെ പ്രസിദ്ധമായ ദാമ്പത്യം ബന്ധം ബന്ധനം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ 1ാമത്തെ പേജിൽ ഈ എഴുത്തുകാരൻ ഒരു പേനയും പിടിച്ച് നിൽക്കുന്ന ഒരു കാരിക്കേച്ചർ എന്ന് പറയാകുന്ന ഒരു ഫോട്ടോന്റെ താഴെ അയാള് കേരളത്തിലെ പ്രസിദ്ധനായ കുടുംബ മനഃശാസ്ത്ര ചിന്തകൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ദമ്പതിമാരെ, നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടി എന്ന് വിചാരിക്കുക. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം കിട്ടി എന്ന് വിചാരിക്കുക. അവിടെ സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വിവരം കിട്ടി, നാളെ നിങ്ങളുടെ കല്യാണമാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു, ആരാണ് എന്റെ വധു? ആണ് ചോദിച്ചു, ആരാണ് എന്റെ വധു? പെണ്ണ് ചോദിച്ചു, ആരാണ് എന്റെ വരൻ? അപ്പൊ സ്വർഗത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടി, ഇതൊന്നും നിങ്ങൾ ചോദിക്കണ്ട, കാരണം ആ സ്വർഗമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ സ്വീകരിക്കാം. ഇഷ്ടം പോലെ ആളുകൾ നിങ്ങളുടെ മുന്നിലുണ്ടാകും. അങ്ങനെ കുളിച്ചൊരുങ്ങി നിങ്ങൾ കല്യാണത്തിന് ചെന്ന് നോക്കുമ്പം ആണിനെ സംബന്ധിച്ചൊരു ഗാലറി നിറയെ പെണ്ണുങ്ങളുണ്ട്, പെണ്ണിനെ സംബന്ധിച്ചൊരു ഗാലറി നിറയെ ആണുങ്ങളുണ്ട്. കൂട്ടത്തിൽ നിങ്ങളുടെ ദുനിയാവിലെ ഭാര്യയും ആ കൂട്ടത്തിൽ വന്നിരുന്നിട്ടുണ്ട്. ഇയാൾ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മാത്യു വെല്ലൂർ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു അവസരം, അവളെ തന്നെ കല്യാണം കഴിക്കണമെന്നൊരു നിർബന്ധവും നിങ്ങൾക്കില്ല, അവനെ തന്നെ വരിക്കണമെന്നൊരു നിർബന്ധവുമില്ല. കാരണം ഇതൊരു സ്വർഗമാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ഏത് തോന്നലും പ്രാവർത്തികമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനൊരു ചാൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ദുനിയാവിലെ ഭാര്യയ്ക്ക് തന്നെ നെറുക്കു കൊടുക്കുമോ, അല്ല കിട്ടിയ ചാൻസിൽ നിങ്ങൾ കളം മാറി ചവിട്ടുമോ? പഠിച്ചോന്നെ, ദുനിയാവില് എന്റെ ദുനിയാവ് മുഴുവൻ ഇവളെ കൊണ്ട് കൊളായി, ഇനി ആഖിറവും കൂടി കൊളാക്കണ്ട എന്ന് വിചാരിച്ച് കിട്ടിയ അവസരം നിങ്ങൾക്ക് സ്വർഗീയമായ ആസ്വാദനത്തിനും നിങ്ങളുടെ ഇണയെ നിങ്ങൾ മാറ്റുന്നതിലേക്ക് നിങ്ങൾ പോകുമോ എന്ന് പറയുന്ന ചോദ്യം. എന്നിട്ട് അദ്ദേഹം ബാക്കിയൊന്നും പറയുന്നില്ല. ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കൂ, എന്നിട്ട് ഈ പുസ്തകം വായിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ നമ്മുടെ മനസ്സിൽ ചെറിയ ചെറിയ ആശകളും ആശങ്കകളും ഒക്കെ ഉണ്ടായി വരും. ആദ്യമൊക്കെ വളരെ ഉഷാറായിരുന്നു, പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പം എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഇങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിച്ചത്, ഇതൊന്നും അല്ല എന്റെ കുടുംബ ബന്ധത്തിൽ ഞാൻ ആഗ്രഹിച്ചത് എന്ന് ചിന്തിച്ച് ജീവിതം വെറുതെ ഉള്ള സന്തോഷത്തെ ഹോമിച്ചു നടക്കുന്ന ഒരുപടി ആളുകളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മലപ്പുറംകാരനായ എസ് എ ജമീൽ സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ മലയാളത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാപ്പിള കവിയാണ്. അദ്ദേഹമാണ് നമുക്ക് എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ എന്ന മനോഹരമായ കത്തുപാട്ടുകളൊക്കെ രചിച്ചു മലയാളികളെ സന്തോഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഒരു വരിയുണ്ട്, അന്നെനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിലേറ്റവും വലിയ സുന്ദരി, ഇന്നെനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യയൊഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി, പിഞ്ചുകിടാങ്ങൾക്ക് വേണ്ടി ഈ തരികിട തക്കിട വണ്ടി ഒടുക്കം വരെ ഓട്ടാനാണ് യോഗം എന്നുള്ള വരികൾ. പടച്ചോനെ, കല്യാണമൊക്കെ കഴിഞ്ഞ ആദ്യത്തെ ദിവസമൊക്കെ വലിയ സന്തോഷമായിരുന്നു. കൂട്ടുക, പോവുക, വരിക, വീട്ടിലെത്താണ്ട് ഒരു സന്തോഷവും കിട്ടാത്തൊരവസ്ഥ. കുറെ അങ്ങോട്ടൊക്കെ എത്തി കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞപ്പോ ജീവിതത്തിലൊരു സന്തോഷമില്ലാതെ വരിക, എനിക്കെന്തോ കുറവുണ്ട് എന്ന് വിചാരിക്കുക. അവസാനം മക്കളൊക്കെ ആയിപ്പോയില്ലേ, ഇനി പിന്നെ അങ്ങനെ ഒന്തിയും നിരങ്ങിയും പോവുക തന്നെ ജീവിതം അവസാനിക്കുന്നത് വരെ എന്ന് വിചാരിച്ച് സങ്കടത്തോടുകൂടി ജീവിക്കുന്ന ഒരൊട്ടനവധി ആളുകളെ കാണാം. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇഷാക്ക് ജമാഅത്തിന് വന്ന ഹാജിയാര് നിസ്കാരം കഴിഞ്ഞു, ഹദ്ദാദും കഴിഞ്ഞു, വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്റ്റെപ്പിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ആളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നേരം കൂട്ടാ. അപ്പൊ വേറെ ആൾ, എന്താ ഹാജിയാരെ വീട്ടിലൊന്നും പോണ്ടേ? അപ്പൊ പറയാ, എവിടെയായി പോണ്ടേ, അവളെ മുഖം കാണാനാ, കല്യാണം കഴിഞ്ഞ് ഇത്ര കൊല്ലായി, ജീവിതത്തിൽ സന്തോഷമൊന്നുമില്ല, അങ്ങനെ പോവുക എന്ന് നിങ്ങൾ എപ്പോ ചിന്തിച്ചു തുടങ്ങിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നമുക്ക് കിട്ടിയ വിശേഷപ്പെട്ട നന്മകൾ നമ്മുടെ കൈമന്ന് ഇല്ലാതെയായി പോകും. നമ്മുടെ ജീവിതത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടും, നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകൾ നഷ്ടപ്പെടും, നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഭാരം താങ്ങിപ്പിടിച്ചു നിൽക്കും. മനസ്സിൽ ഭാരം താങ്ങിപ്പിടിച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച്, ഉമ്മ പൊട്ടാൻ നിൽക്കുന്ന ഒരു ബോംബ് പോലെ നിൽക്കുന്നു, വാപ്പ അതിലും വലിയൊരു ബോംബായിട്ട് വീട്ടിൽ നിൽക്കുന്നു, അതിന്റെ ഇടയിൽ വളരുന്ന കുട്ടി ഇൻസെക്യൂർ സോണിലാണ് വളരുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഭീതിയുള്ള ഒരവസ്ഥയിലാണ് വളരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ കുട്ടി ഭീതിയിലാണോ വളരുന്നത്? അങ്ങനെയാണെങ്കിൽ
ആ കുട്ടിക്ക് സ്വഭാവ പ്രശ്നങ്ങളുണ്ടാവും. ക്രിമിനൽ സ്വഭാവം, തെമ്മാടിത്തത്തിന്റെ ഒരു രീതി, തർക്കുത്തരം പറയുന്ന ഒരവസ്ഥ, ആളുകളോട് റബലാകുന്ന ഒരവസ്ഥ, ഇതൊക്കെ പലപ്പോഴും ഈ ഇൻസെക്യൂർ ആയിട്ടുള്ള സുഖകരമല്ലാത്ത ജീവിത അനുഭവങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കേസാണ്. ഞാൻ ഒരു 6 മാസം മുമ്പ് എന്റെ മുന്നിലേക്ക് കണ്ട ഒരു സങ്കടപ്പെടുന്ന ഒരു കേസ് സ്റ്റഡി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം. 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചുമോള്, അത് കണ്ണൂർ ജില്ലയിലെ ഒരു കുട്ടി, സുന്ദരിയായ കൊച്ചുമോള്, ആരോഗ്യമുള്ള ഒരു മോള്. ആ മോളെയും കൊണ്ട് എന്റെ കൌൺസിലിംഗ് ക്യാബിനിലേക്ക് വന്ന ഒരു ഭാര്യയും ഭർത്താവും. ഭാര്യയ്ക്ക് 36 വയസ്സ്, ഭർത്താവിന് 40 വയസ്സ്. 2 മക്കൾ മാത്രമുണ്ട്. ജീവിതത്തിൽ ഒരുവിധം എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ആ കുട്ടി കളവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, കള്ളത്തരം തുടങ്ങിയിരിക്കുന്നു. മോഷണം ചെയ്യുക, കള്ളത്തരം പറയുക. നമ്മളെ വീട്ടിൽ ആർക്കും അങ്ങനെ ഒരു സ്വഭാവമില്ല. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ട് അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. കക്കുന്ന കുട്ടിയെ ഉമ്മയും വാപ്പയും തമ്മിൽ നല്ലോണം അടിച്ചാൽ മാറുന്നതല്ല ഈ പ്രശ്നം. പല കളവും പല മോഷണവും, അതിനെ മനഃശാസ്ത്ര പുസ്തകത്തിലൊക്കെ കോണ്ടക്ട് ഡിസോർഡർ എന്ന് വിളിക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, കളവ് ചെയ്യുക, മോഷണം പറയുക, അറുത്ത ചീത്തവാക്കുകൾ ഉപയോഗിക്കുക, ഇതൊക്കെ കോണ്ടക്ട് ഡിസോർഡറുകളാണ്. അങ്ങനെയുള്ള കോണ്ടക്ട് ഡിസോർഡറുകൾ, മൃഗങ്ങളെ ഉപയോഗിക്കുക, അനിയനെ വല്ലാണ്ട് ഉപദ്രവിക്കുക, അനിയുക്തിയെ ഉപദ്രവിക്കുക, ബ്ലേഡ് എടുത്ത് സ്വന്തം ശരീരത്തെ കീറി മുറിക്കുക, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തർക്ക് കാണും. ഇങ്ങനെ ഈ കളവുള്ള ഒരു കുട്ടിയുടെ പ്രശ്നം കുട്ടിയുടേതല്ല എന്ന് നമുക്ക് തിരിച്ചറിയണം. ആ കുട്ടിയെയും കൊണ്ട് വന്ന ഉമ്മാനോട് ഞാൻ ചോദിച്ചു, വാപ്പ പുറത്തിരിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, എന്റെ വീട്ടിൽ എല്ലാ സുഖമുണ്ട്, പക്ഷെ സന്തോഷം മാത്രമില്ല. മലയാളത്തിൽ വളരെ മനോഹരമായ ഒരാശയാണ്. എന്റെ വീട്ടിലെല്ലാ സുഖമുണ്ട്, പക്ഷെ സന്തോഷം മാത്രമില്ല. വീട്ടിൽ വലിയ 2 ഡോറുള്ള ഫ്രിഡ്ജുണ്ട്, വീട്ടിലെ പോർച്ചിൽ കാറുമുണ്ട്, 2 വീലറുമുണ്ട്, ഒരു റൂം AC, ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ വീട്ടിൽ സന്തോഷം മാത്രമില്ല എന്ന് പറയുന്ന ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, എന്തേ കാരണം? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, എന്റെ വീട്ടിലെ ഭർത്താവുണ്ടല്ലോ, പുറത്തിരിക്കുന്ന മനുഷ്യൻ, അയാളെ രാത്രി 12:30 മണിക്ക് മാത്രമേ വരുള്ളൂ. അപ്പൊ എനിക്ക് സങ്കടമായി, പടച്ചോനെ, ഇത്ര നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ ഈ മനുഷ്യൻ എന്തേ 12:30 മണിക്ക് വീട്ടിൽ കയറി വരുന്നത്? അപ്പൊ ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, ഒരു മാറ്റവുമില്ല, എല്ലാ ദിവസവും 12:30 വരുള്ളൂ. എനിക്ക് അദ്ദേഹത്തെ നേരത്തെ കിട്ടണം. അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ നേരത്തെ വന്ന് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടവും നിരാശയും ദേഷ്യവും വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് സ്ത്രീയുടെ ചിന്തയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഞാൻ ഭർത്താവിനെ വിളിച്ചു ചോദിച്ചപ്പോൾ വളരെ നിസ്സംഗമായി, വളരെ ലളിതമായി അയാൾ പറഞ്ഞു, സംഗതി വളരെ ശരിയാ. കാരണം ഞാനൊരു തട്ടുകട നടത്തുന്നയാളാ റോട്ടുമല്. എന്റെ പരിപാടികൾ തീരുന്നത് 12 മണിക്കാ. ഞാൻ വീട്ടിലെത്തുമ്പോൾ 12:30 മണിയാവും. ഇത് സത്യമാണ്. പക്ഷെ പ്രശ്നം എന്താണ്? ഇയാൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ റിയാലിറ്റിയെ, പശ്ചാത്തലത്തെ, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ആർക്ക് പറ്റണില്ല? സ്ത്രീക്ക് പറ്റുന്നില്ല. ഗൾഫിലുള്ള ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് ഭാര്യ പറയാ, എന്താ മനുഷ്യ ഇങ്ങനെ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് 3ാമത്തെ കൊല്ലായില്ലേ, കുഞ്ഞുങ്ങൾക്ക് ഉപ്പാനെ കാണണ്ടേ? അപ്പുറത്തെ വീട്ടിലെ ആൾ 6 മാസം കഴിഞ്ഞിട്ട് വന്നു പോകുന്ന കാണുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് എന്ത് പിഴച്ചു. അപ്പൊ പ്രശ്നം എന്താണ്? പ്രശ്നം ഈ സ്ത്രീയുടെ കാഴ്ചപ്പാടായിരുന്നു. സ്ത്രീയുടെ മനസ്സിൽ അപ്പുറത്തെ വീട്ടിലേക്ക് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, അപ്പുറത്തെ വീട്ടിനെ കണ്ടു തുടങ്ങി, അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചു തുടങ്ങി. എപ്പോഴും നിങ്ങൾ ദാമ്പത്യത്തെ അപ്പുറത്തെ വീടുമായി താരതമ്യം ചെയ്യുന്നു, അപ്പുറത്തെ വീട്ടിലെ ഇണകളുമായി താരതമ്യം ചെയ്യുന്നു, ഇപ്പുറത്തെ വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന സ്വാഭാവികമായ സന്തോഷം നമുക്കില്ലാതെയാകും. സ്വാഭാവികമായ സന്തോഷമില്ലാതെയായി. 2 പേരോട് സംസാരിച്ചിട്ട് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഈ അവസ്ഥക്ക് പരിഹാരമുണ്ടാക്കാൻ ലോകത്ത് ആദ്യം സാധിക്കുന്ന ഒരാൾ നിങ്ങളേ ഉള്ളൂ, അള്ളാന്റെ തൗഫീഖോടുകൂടി. നിങ്ങളുടെ മനസ്സാണ് മാറേണ്ടത്. ഞാനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അന്തിച്ചു നിൽക്കുന്ന സ്ത്രീയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നിലപാടിനെ മാറ്റണം. ഭർത്താവിനോട് പറഞ്ഞ വാക്ക് കേൾക്കണേ നിങ്ങൾ. ഞാൻ രാത്രി 12 മണിക്ക് ശേഷം എന്റെ ഷോപ്പ് അടഞ്ഞിട്ട് ക്ഷീണിച്ചു വീട്ടിലേക്ക് വരുമ്പോ എന്റെ വീട്ടിന്റെ വാതില് ചാരിയത് ബെല്ലടിക്കുമ്പോൾ തുറന്ന ഉടനെ ബെഡ്റൂമിലേക്ക് പോയി ബെഡിൽ വീഴുന്ന ഒരു പെണ്ണ്, അതാണ് എന്റെ ജീവിതം. എനിക്കും സങ്കടമുണ്ട്, ഞാൻ പറയാത്തോണ്ടാ. 2 പേരും സങ്കടം ഇങ്ങനെ താങ്ങിപ്പിടിച്ചു നിൽക്കുക.
എന്നിട്ട് കുഞ്ഞുങ്ങൾ അതിന്റെ അകത്ത് മാനസികമായി തകർന്നു നിൽക്കുക. ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞത് നോക്കേ, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ. സ്ത്രീ ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ 10 മണിക്ക് മക്കൾ കിടക്കുമ്പോൾ കിടന്നുറങ്ങണം, 12 മണിക്ക് അലാരം വയ്ക്കണം, എന്നിട്ട് നിങ്ങൾ അന്നേരം കുളിക്കണം, ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കണം, കണ്ണെഴുതണം, എന്നിട്ട് ഭർത്താവ് 12:30 കയറി വരുമ്പം വാതിൽ തുറന്നിട്ട് ഒന്ന് നിറയെ ചിരിക്കണം, എന്നിട്ട് ഇന്നത്തെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് എന്നൊന്ന് ചോദിക്കണം. നിങ്ങൾ ചോദിച്ചു നോക്ക്, ഒരു ദിവസം ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ആ സ്ത്രീ ചോദിക്കുക, രാത്രി 12:30 മണിക്കോ? ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചേ, ലോകത്ത് 12:30 മണിക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നു. ആ സ്ത്രീ ഒരല്പം മാറിയപ്പോ ഭർത്താവ് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ സന്തോഷമായി, ഇതുവരെ കിട്ടാത്ത സന്തോഷം കിട്ടി. ഭർത്താവ് പറഞ്ഞു, വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം ഞാൻ ഇനി ഷോപ്പിൽ പോകുന്നില്ല, അത് ഞാൻ ചെറുപ്പക്കാർക്ക് അവിടെ ജോലിക്കാർക്ക് വിട്ടുകൊടുക്കുന്നു. ഞായറാഴ്ച ഞാൻ എന്റെ ബൈക്കിന്റെ പിറകിൽ കയറ്റി നിന്നെയും കൊണ്ട് എന്റെ ഉമ്മാന്റെ വീട്ടിലേക്കൊക്കെ പോകാൻ എന്റെ മനസ്സിലൊരു സന്തോഷം തോന്നുന്നു. എന്താ കാര്യം? ഈ പെണ്ണൊരല്പം ഒന്ന് നിന്നിടത്തുനിന്ന് മാറിയപ്പോ ആണിന്റെ മനസ്സിൽ ഒരു ചെറിയ മാറ്റം വന്നു. ലോകത്തെല്ലാ മനുഷ്യരുടെയും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, ബന്ധവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഒരു ചിന്തയുണ്ട്. എല്ലാ മനുഷ്യന്മാരുടെ ഒരു കാര്യം എന്താണെന്നറിയാവോ? അയാള് കുറച്ചൊന്ന് നന്നായിരുന്നുവെങ്കിൽ ഞാൻ നന്നാകുമായിരുന്നേനെ എന്ന് ചിന്തിക്കുക. എന്നിട്ട് ഒട്ടും നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഉറുക്ക പിടിച്ചു നിൽക്കുക. മറ്റേയാളും അങ്ങനെ നിൽക്കുക. പരസ്പരം ഇങ്ങനെ പോരടിച്ചു നിൽക്കുക. ആരാണ് തോക്കുക, ആരാണ് ജയിക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക. ഒരിത്തിരി നമ്മൾ അങ്ങോട്ട് മാറുമോ ഇങ്ങോട്ടുള്ള മാറ്റം കിട്ടും. 18 വയസ്സുള്ള ഒരു ചെക്കനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. ഉമ്മ പറഞ്ഞു, ഒന്നും വേണ്ടിയിരുന്നില്ല, നിങ്ങൾ ഇവന്റെ കൈ കൊണ്ടുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ ആക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതൊന്ന് ഒഴിവാക്കി തന്നാൽ മതിയായിരുന്നു പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ ഇങ്ങനെയുണ്ട് ഒരു ഉമ്മ. ഈ പയ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കൗൺസിലിംഗ് ചെയ്യേണ്ട സാറേ, അവിടെ ഇരിക്കുന്ന ഒരു ഉമ്മയുണ്ട്, എന്റെ ഉമ്മയെ എനിക്ക് ഇഷ്ടമൊക്കെയാ, പക്ഷെ ഓരോ ആറ്റിറ്റ്യൂഡൊന്നും മാറ്റിത്തരുവോ എന്നൊക്കെ ആ കുട്ടി സംസാരിച്ചു. ഞാൻ പറയുന്നത്, അപ്പുറത്ത് മാറ്റം വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം ഒന്ന് മാറണം. ഞാൻ നിങ്ങളോട് കിതാബിലൊന്നും ഇല്ലാത്തൊരു കഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാം. കഥ ഇഷ്ടമുള്ളവർ കൈവക്കാവോ? എല്ലാവർക്കും കഥ ഇഷ്ടമാണ്. ലോകത്ത് കഥയില്ലാത്തവർക്കൊക്കെ കഥ ഇഷ്ടമാണെന്നാണ് പൊതുവെ ആളുകൾ പറയാം. അപ്പൊ ഇങ്ങനെ ആ കഥ, ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നു. കണ്ണൂർ ജില്ലക്കാരെ പോലെയല്ല. കണ്ണൂർ ജില്ലയുടെ പെരിങ്ങത്തൂരിന്റെ ഇപ്പുറത്തും ഏതാണ്ട് വെള്ളൂരിന്റെ ഇടയിലുമുള്ള ഒരു സ്ഥലത്തുള്ള വിശേഷപ്പെട്ട ഒരു സ്വഭാവം. പിന്നെ ആഫ്രിക്കയിലുള്ള ചില പ്രദേശത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം പോവുക, അവിടെ ഉറങ്ങുക, രാവിലെ എണീറ്റ് വരിക, ഒക്കെ ഉള്ളൊരു സംസ്കാരമാണ്. ഞാൻ അറകയറുന്ന പുതിയാപ്പിളമാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ പണ്ട് സത്യധാരയിൽ എഴുതിയിട്ട് എനിക്ക് എത്രയാ ഊമക്കത്ത് വന്നെന്നറിയാവോ. ഞാനൊക്കെ മെല്ലെ രക്ഷപ്പെട്ടു പോയത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. പുതിയാപ്പിള വരുമ്പോൾ അമ്മോഷൻ എണീറ്റ് നിൽക്കുക, എന്നിട്ട് പുതിയാപ്പിളക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. പുതിയാപ്പിളന് ആദ്യത്തെ 40 ദിവസം ഇറച്ചിയും പിന്നീട് അങ്ങോട്ട് വലിയ മീനും കുറച്ച് കഴിഞ്ഞാൽ ചെറിയ മീനൊക്കെ കൊടുത്ത് വളർത്തുക. പുതിയാപ്പിള എന്ന് പറയുന്നത് ഒരു ബേജാറോടുകൂടി കാണുന്ന ഒരു സിസ്റ്റം. നമ്മുടെ ജില്ലയിൽ കുറെ ഗുണങ്ങളുണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ഞാനിപ്പോ പറയുന്നില്ല. മാമൂലുകളാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് തോന്നുന്നു തർലായി എന്നൊക്കെ പറയുന്ന നാട് എന്റെയൊക്കെ പോലുള്ള ഒരു ചെറിയ നാടാ. ഇവിടെയൊക്കെ പലപ്പോഴും ഇങ്ങനെ പുതിയാപ്പിളന്റെ പെങ്ങന്മാർ വന്നപ്പോ കൈപിടിച്ചിരുത്തിയില്ല എന്നുള്ളതിന്റെ പേരിൽ കൊണ്ടുപോയതിന്റെ കെട്ടിന്റെ വലുപ്പം കുറഞ്ഞു പോയതിന്റെ പേരിലൊക്കെ നീ പോണ്ടാടെന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആൺകൊച്ചിനെ പിടിച്ചു കെട്ടുന്ന ഉമ്മയൊപ്പയൊക്കെ പല സ്ഥലത്തുണ്ട്. ഇതൊന്നും അല്ല എന്റെ വിഷയം. ഞാൻ പറഞ്ഞ വിഷയം ഇതാ, ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഇതാ. പുതിയാപ്പിളന്റെ വീട്ടിൽ താമസിക്കുന്ന, പുതിയാപ്പിളയുടെ വീട്ടിൽ താമസിച്ച പെണ്ണുങ്ങളുണ്ടല്ലോ, പെരിങ്ങത്തൂർ പാലത്തിന്റെ അപ്പുറത്ത് കഴിഞ്ഞാൽ വടകര സംഭവിച്ചു നിങ്ങൾ വിചാരിച്ച മതി. ഒരു പെണ്ണ് പുതിയാപ്പിളന്റെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. പുതിയാപ്പിളയുടെ ഉമ്മയും പുതിയാപ്പിളയുടെ പെങ്ങന്മാരും അടങ്ങുന്ന ലോകത്താണ് അവളുടെ ജീവിതം. അങ്ങനെ ജീവിതമൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് സ്വന്തം വീട്ടിലുള്ള ഒരു സന്തോഷം കിട്ടാതെയായി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, പുതിയാപ്പിളന്റെ ഉമ്മയുണ്ട്, ഒരു 75 വയസ്സുള്ള ഒരു ജാതി, ഭയങ്കര സംഗതിയാ. മിണ്ടാൻ പറ്റൂല, അനങ്ങാൻ പറ്റൂല, ഒരു പ്രത്യേക എന്ത് ഡ്രസ്സ് ധരിക്കണമെങ്കിലും സമ്മതം വേണം, എന്ത് ഫുഡ് ഉണ്ടാക്കണമെങ്കിലും സമ്മതം വേണം, പൈസയുടെ കാര്യത്തിലൊക്കെ ഭീകരമായ നിലപാട്. അപ്പൊ ഈ പെണ്ണിന് വല്ലാണ്ട് ശ്വാസം മുട്ടി. കാലക്കടന് ഭർത്താവ് ഗൾഫിലും പോയി. സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ രാത്രി ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഭാര്യ ഭർത്താക്കന്മാര്
കുട്ടികളുടെ മുമ്പിൽ തീർക്കരുത്, നാട്ടുകാരുടെ മുമ്പിൽ തീർക്കരുത്. രാത്രി വാതിലടച്ചു പൂട്ടിയിട്ട് പരസ്പരം പറയാനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു നിമിഷം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. അതിനൊക്കെയാണ് കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഈ ഭർത്താവും കൂടി ഗൾഫിൽ പോയതോടുകൂടി പെണ്ണിന്റെ ആണിക്കല്ലിളകി, പെണ്ണിന്റെ ഉള്ള എല്ലാ സപ്പോർട്ട് സിസ്റ്റവും ഇല്ലാതെയായി. അങ്ങനെ ഈ സ്ത്രീ വല്ലാണ്ട് കഷ്ടപ്പെട്ടു. സഹിക്ക വയ്യാതെ ആയപ്പോ ഈ പെണ്ണ് ഒരു വൈദ്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്, ജീവിതത്തിലെല്ലാം ഉണ്ട്, പക്ഷെ സുഖം മാത്രമില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്കതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. വൈദ്യൻ ചോദിച്ചു, ഞാൻ എന്താ വേണ്ടത്? അപ്പൊ വൈദ്യനോട് ഇവൾ സ്വകാര്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഒരു കാര്യം ചെയ്യണം, 75 വയസ്സ് വരെ ജീവിച്ചല്ലോ ഈ തള്ള, അതുകൊണ്ട് മെല്ലെ ഒന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കി തന്നാൽ മതി. അതിന്റെ പണി എന്താണോ നിങ്ങൾ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു. വൈദ്യൻ രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യനെ കൊല്ലുന്ന പണി ഞാൻ ഏതായാലും ചെയ്യൂല, ആളുകളെ ജീവിപ്പിക്കലാണ് എന്റെ ധർമ്മം. ഈ പെണ്ണ് ആണയിട്ട് പറഞ്ഞപ്പോ വൈദ്യൻ 90 കുഞ്ഞി പാക്കറ്റ് പൊടി കൊടുക്കുക ഇവളുടെ കയ്യിൽ. നമ്മുടെ ഹോമിയോ ഡോക്ടർമാർ കൊടുക്കുന്ന പോലത്തെ പൊടി ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, എല്ലാ ദിവസവും ചായക്ക് കൂടെ കലക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇത് നെഗറ്റീവായിട്ടാണ് തുടങ്ങിയത് ഈ കഥ, പോസിറ്റീവ് ആകും, അല്ലെങ്കിൽ ഞാൻ ഈ കഥ ഇവിടെ പറയില്ല. 90ാമത്തെ ദിവസം നിന്നെ ഏറ്റവും ശല്യം ചെയ്യുന്ന ഈ സ്ത്രീ ഭൂമുഖത്ത് നിന്ന് മെല്ലെ ഇല്ലാതെയായിക്കോളും, ആരും അറിയാതെ. പെണ്ണിന് വലിയ സന്തോഷമായി. ഉത്സാഹത്തോടുകൂടി രാവിലെ എണീറ്റ് വൈകുന്നേരം ചായ ഉണ്ടാക്കുമ്പോൾ ചായയിൽ ഓരോ നുള്ള് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കും. 10-30 ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണിന് തോന്നി, ഇനി ആകെ 60 ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഉമ്മാക്ക് കൊടുക്കാവുന്ന അവസാനത്തെ നന്മകൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചായ മേശപ്പുറത്ത് വെക്കുന്നത് കയ്യിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടി തുടങ്ങി. 40 ദിവസം കഴിഞ്ഞപ്പോൾ ചായ കയ്യിൽ കൊണ്ടുകൊടുക്കുക മാത്രമല്ല ഒരു വർത്താനവും പറയാൻ തുടങ്ങി. ഉമ്മ, ചായക്ക് മധുരം കുറവുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ കയറിയിട്ട് മര്യാദക്ക് ഉമ്മ എന്ന് വിളിച്ചത്. അപ്പൊ ഉമ്മ തിരിച്ചിങ്ങോട്ട്, മോളെ നല്ല ചായയാണല്ലോ, കുറവൊന്നുമില്ല എന്ന് പറഞ്ഞു. 60 ദിവസം കഴിഞ്ഞപ്പോൾ ഇനി 30 ദിവസമല്ലേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കുന്ന ഉമ്മാന്റെ അടുത്ത് ഓരം ചേർന്നിരിക്കാൻ തുടങ്ങി ഈ പെണ്ണ്. ഉമ്മ ഇവളുടെ തോളിൽ തലോടാൻ തുടങ്ങി. 80 ദിവസം കഴിഞ്ഞു. അവസാനത്തെ 10 ദിവസത്തിലെ ഏറ്റവും ഊഷ്മളമായ സന്തോഷം എന്നുള്ള നിലക്ക് ഈ പെണ്ണ് ഇനി അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചായ ചുണ്ടിൽ കൊടുക്കുകയും ഉമ്മയുടെ കാലിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 85 ദിവസം കഴിഞ്ഞപ്പോ ഈ ചായ തരുന്ന പെണ്ണിന്റെ നെറ്റിയിൽ ചുംബിച്ചിട്ട് ഉമ്മ ഇങ്ങനെ പറഞ്ഞു, മോളെ, നീ എനിക്ക് പിറക്കാതെ പോയ മോളാ, എന്റെ മോളെക്കാളും നല്ല മോളാ നീ, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചോ, നിനക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി കഴിച്ചോ, നിന്റെ പൈസ ഇതാണ്, നിനക്ക് ഇഷ്ടം പോലെ ചെലവാക്കിക്കോ, നിന്റെ ഭർത്താവിനെ നീ വിളിക്കുകയോ കൊഞ്ചോ എന്തോ ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. 85 ദിവസം കഴിഞ്ഞപ്പോ വീട്ടിലെ രംഗം മാറിയാകെ. ഈ ഉമ്മ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉമ്മയായി. ഇവൾക്ക് തോന്നി, പഠിച്ചോനെ 5 ദിവസം കഴിയുമ്പോൾ ഉമ്മ മരിച്ചുവല്ലോ, ഇങ്ങനെ ഒരു ഉമ്മ എനിക്ക് കിട്ടാനില്ല. അതുകൊണ്ട് വൈദ്യന്റെ അടുത്തേക്ക് ഓടിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്, ഈ ഉമ്മ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഉമ്മയായിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഉമ്മാനെ തിരിച്ചു തരണം, ഇനി മരുന്നൊന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിച്ചു. വൈദ്യൻ പറഞ്ഞു, 85 ദിവസം മരുന്ന് കൊടുത്തിട്ട് ഇനി തിരിച്ചു കിട്ടൂല. ആണയിട്ട് പറഞ്ഞപ്പോ പറഞ്ഞു, എന്നാ ഇനി 5 ദിവസം കൊടുക്കണ്ട, പുതിയ മരുന്ന് ഞാൻ തരാം, അത് കൊണ്ടുപോയിട്ട് കൊടുത്തു നോക്ക്, ചിലപ്പോ രക്ഷപ്പെടും എന്റെ പ്രാർത്ഥന പോലെ എന്ന് പറഞ്ഞു. ഈ പെണ്ണ് മരുന്നും വേറെ പൊടി കൊടുക്കുന്നു. എന്നിട്ട് രാവിലെ തഹജ്ജുദിന് എണീറ്റിട്ട് ഉമ്മാനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ എന്റെ ഉമ്മ, ഭർത്താവിന്റെ ഉമ്മാക്ക് ആയുസ് കൊടുക്കണേ, മരിച്ചുപോലെ വേഗമൊന്നും കുറെ കാലം ജീവിക്കണേ. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോ ഭാഗ്യത്തിന് സന്തോഷമുണ്ടായി, പൂനിലാവ് പോലെ. ഉമ്മ മരിച്ചില്ല. വീട്ടിലെ ഈ അന്തരീക്ഷം നിലനിന്നു. ഊഷ്മളമായ ജീവിതം, വലിയ സന്തോഷം, നല്ല കൊടുക്കൽ വാങ്ങൽ, നല്ല ആശയവിനിമയം. അപ്പോ വൈദ്യന്റെ അടുത്ത് പോയി. 90 ദിവസവും കഴിഞ്ഞു, അടുത്ത 90ഉം കഴിഞ്ഞു. വൈദ്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, ജീവിതം തിരിച്ചു കിട്ടിയിരിക്കുന്നു, ഉമ്മ മരിച്ചിട്ടുമില്ല എന്ന ഓറ പെരുമാറ്റം നന്നാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോ വൈദ്യം പറഞ്ഞു, എങ്ങനെ നന്നായി? നിങ്ങളെ പൊടി തിന്നിട്ടൊന്നുമല്ല, എന്റെ വീട്ടിൽ നീ വന്നപ്പോ തന്നെ, എന്നെ കാണാൻ വന്നപ്പോ തന്നെ എനിക്കറിയായിരുന്നു പ്രശ്നം ഉമ്മാന്റെതല്ല, നിന്റെതാ. 30ാമത്തെ ദിവസം നീ കുറച്ചൊന്ന് മാറി ഉമ്മാന്നൊന്ന് വിളിച്ചു തുടങ്ങിയപ്പോ മോളെ എന്നുള്ള വിളി ഇങ്ങോട്ട് കിട്ടിയില്ലേ? 40ാമത്തെ ദിവസം ചായ കയ്യിൽ വെച്ചു കൊടുത്തപ്പോ ഇങ്ങോട്ടൊരു സ്പർശനം കിട്ടിയില്ലേ? 80ാമത്തെ ദിവസം അടുത്തു പോയിരുന്നപ്പോ ഉമ്മ തോളിൽ കൈയിട്ടില്ലേ? നിനക്ക് ചുംബനം തന്നിട്ടില്ലേ? നീ അങ്ങോട്ട് കൊടുക്കാൻ പഠിച്ചപ്പോ നിന്റെ ഉമ്മ ഇങ്ങോട്ടും തന്നു. അതുകൊണ്ട് നീ മനസ്സിൽ വെച്ചോളൂ, നീ ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിനെ അങ്ങോട്ട് കൊടുത്ത്
തുടങ്ങുക. അതുകൊണ്ട് കൂട്ടരെ, ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ പറയുന്നത്, എവിടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വലിയ താങ്ങിപ്പിടിച്ചു നിൽക്കുന്ന ഈഗവും കൊണ്ട് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങ് പൊളിച്ചേക്കുക. അതിലൊന്നും വലിയ അർത്ഥമില്ല. പെട്ടെന്ന് അങ്ങ് വീണ് മരിച്ചു പോകുന്ന മനുഷ്യനാ. അതുകൊണ്ട് പരസ്പരം കൈപിടിക്കുക, സലാം പറയുക, എന്നിട്ട് പരസ്പരം പൊരുത്തപ്പെടുക, ആലിംഗനം ചെയ്യുക, എന്നിട്ടങ്ങ് തീർത്തേക്കുക. കാരണം ഈ ഭാരം മനസ്സിൽ നോക്കിയിട്ട് കൂട്ടി നടന്നിട്ട് യാതൊരു കാര്യമില്ല. അറബി പദത്തിലെ ഞാനൊരു വാക്ക് ഉപയോഗിക്കാം, 2 വാക്ക്. ഞാനൊരു അറബി അധ്യാപകനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന പദത്തിലെ റഹ്മാനിനെ മാത്രം നിങ്ങൾ എടുക്കുക. റഹ്മാൻ എന്ന് പറയുന്ന പദത്തിനെ നിങ്ങൾ നോക്കൂ, അതിനെ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ ഈ ലോകത്ത് നന്മ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും, പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും, സൽക്കർമ്മം ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും ഒക്കെ ഗുണം ചെയ്യുന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുന്ന വാക്കാണ് റഹ്മാൻ. എന്നാൽ അതിൽ നിന്ന് അലിഫിനെയും നൂനിനെയും മൈനസ് ചെയ്താൽ, അലിഫിനെയും നൂനിനെയും കുറച്ചാൽ പിന്നെ കിട്ടുന്ന പദം എന്താണ്? റഹ്മ എന്ന് കിട്ടും. കണ്ടോ, റഹ്മ എന്ന് പറയുന്ന ഒരു അറബി പദം, അതിന്റെ അർത്ഥം ഞാൻ വായിക്കൂല, ഇത് ആരെക്കൊണ്ടെങ്കിലും വായിപ്പിക്കാം കേട്ടോ. അപ്പൊ പിന്നെ റഹ്മ എന്ന് പറയുന്ന ഒരു പദം, റഹ്മാൻ എന്ന് പറയുന്ന മറ്റൊരു പദം. റഹ്മ എന്ന് പറയുന്ന പദത്തിന് നിങ്ങൾ നോക്ക്, ചേർച്ച, ബന്ധം എന്നൊക്കെ അർത്ഥം. റഹ്മാൻ എന്ന് പറയുന്ന പദത്തിന് പരമകാരുണികനായ അള്ളാഹു എന്ന് പറയുന്ന ഒരർത്ഥം. വളരെ ചെറിയൊരു ഉദാഹരണം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നോക്കണേ. റഹ്മിൽ എന്തില്ല? അലിഫും നൂനുമില്ല. റഹ്മാനിൽ അലിഫും നൂനും ഉണ്ട്. കണ്ടോ, അലിഫും നൂനും ചേർത്ത് അറബിയിൽ ഉണ്ടാക്കുന്ന ഒരു പദം അനയാണ്. അലിഫിന്റെ മേലെ ഒരു ഹംസ ഇട്ട് കഴിഞ്ഞാൽ അന വന്നു. റഹ്മാനിൽ അനയുടെ ചേരുവയുണ്ട്, ധാതു ഉണ്ട്. റഹ്മിൽ അത് ഇല്ല. അന എന്ന് പറയുന്ന അറബി പദത്തിന്റെ അർത്ഥം ഞാൻ എന്ന് പറയുന്നതാ. ഞാൻ എന്ന് പറയുന്നത് എവിടെയുണ്ടോ അത് റഹ്മല്ലാന്ന്, അത് ബന്ധമല്ല, അത് ചേർച്ചയല്ല എന്നർത്ഥം. അത് അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാ. എന്നാൽ നമുക്കിടയിലുള്ള എല്ലാ കുടുംബ ബന്ധത്തിന്റെയും അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാ കിടക്കുന്നത്? അന ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ റഹ്മനെ ഉണ്ടാക്കുന്നത്. ഞാൻ എന്ന് ചിന്തിക്കുക, എന്റേതെന്ന് ചിന്തിക്കുക. എന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോ നീ ഇങ്ങനെ പറഞ്ഞില്ലേ? ചിലയാൾ ഡയലോഗ്, അതിന് എന്റെ ഉമ്മ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞില്ലേ? അങ്ങനെയാണോ ദാമ്പത്യത്തിൽ കൊണ്ടുപോകേണ്ടത്? അല്ല, നിന്റെ ഉമ്മ എന്റെ ഉമ്മയാ, എന്റെ ഉമ്മ നിന്റെയും ഉമ്മയാണ്. നിങ്ങളെ കൂട്ടത്തിൽ എത്ര പേർ, ഞാൻ കൈവക്കാൻ പറയുന്നില്ല, എത്ര പേർ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയുമായി പിണങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ, ട്രെയിനിങ് സെഷനിലൊക്കെ ചോദിച്ചാൽ ചിലർ വേഗം കൈവക്കും, ചിലർ ശ്രദ്ധിച്ചു മാത്രം കൈവക്കും. നിങ്ങളോട് തന്നെ വർത്താനം പറയൂ. പിണങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ? പിണങ്ങും. പിണങ്ങുന്നതല്ല പ്രശ്നം. പിണങ്ങിയാൽ ആരാണ് ഇണങ്ങാൻ മുൻകൈയെടുക്കുന്നത്? അതാണ് പ്രശ്നം. അത് ചെറിയ പണിയൊന്നുമല്ല. അതിൽ പൊതുവെ സ്ത്രീകളാണ് മുന്നിൽ വരിക. അപൂർവം ചില വീടുകളിൽ ആണുങ്ങളാണ് പിണക്കം മാറ്റാൻ മുൻകൈയെടുക്കുക. ആരാണ് പിണക്കം മാറ്റാൻ ആദ്യം മുൻകൈയെടുക്കുന്നത്? പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനം ഇങ്ങനെയുണ്ടല്ലോ, ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസ്. 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് പിണങ്ങി നിൽക്കാൻ വേണ്ടി പറ്റില്ല. പിണങ്ങി നിന്നാൽ എന്താ സംഭവിക്കുക? യുഅ്രിദുഹാദാ ഫയുഅ്രിദുഹാദാ. ഇയാൾ ഇങ്ങോട്ടും തിരിയും, മറ്റേയാൾ ഇങ്ങോട്ടും തിരിയും. എന്നിട്ട് ഞാനാ വലുത് നീയാ വലുത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അബൂബക്കറും ഹമീദും തമ്മിൽ പിണങ്ങിയ അബൂബക്കറിനെ ഹൗലിന്റെ അടുത്ത് കണ്ട ഹമീദ് മൂത്രപ്പറിന്റെ അടുത്തേക്ക് പോകും. നല്ലയാൾ ഖൈറുക്കും മൻ തബ്ദഉ ബിസ്സലാം. സലാം കൊണ്ട് ആദ്യം ആരാണ് തുടങ്ങുന്നത്? അയാളാണ് ഏറ്റവും നല്ലയാള്. 3 ദിവസമായിട്ട് പിണങ്ങിയേ ഭർത്താവിനും ഭാര്യയ്ക്കൊരു വല്ലാത്തൊരു എരിപരി കൊള്ളുന്നു. ഈ മനുഷ്യൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒന്നും ചോദിച്ചതിന് ഉത്തരവില്ല, മിണ്ടുന്നില്ല, ഗ്ലാസും പ്ലേറ്റും എല്ലാം ഇങ്ങനെ അമർത്തി വെക്കുക, ഒച്ച ഉണ്ടാക്കുക, കുട്ടികളെല്ലാം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് നന്നാക്കണം എന്ന് വിചാരിച്ചു. വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊടുത്തു, അസ്സലാമു അലൈക്കും. പറകുന്ന ഇങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. പഠിച്ചോനെ, ഭീകരമായ ക്വസ്റ്റ്യൻ മാർക്ക്. ഉണ്ടോ? ഒരു പിണങ്ങിയ വീട്ടിലെ ഭാര്യ ഭർത്താവ് കയറി വരുമ്പം ബെഡ്ഷീറ്റൊക്കെ വിരിച്ച്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, സ്ത്രീകൾ പൊതുവെ പറയാതെ പറയുന്നവരാണ്. അടുക്കാനാ ചെക്കം ഉമ്മ കണ്ടോന്ന അപ്പൊ ഒരുപക്ഷെ ചെക്കം പോയി മുട്ടിക്കും പറയാൻ മുട്ടിക്കണ്ട, പറയണം, വെറുതെ ബുദ്ധിമുട്ടി കൊണ്ട് നട പ്രകടമായി
വന്ന് ഇങ്ങനെ കണ്ടിൽ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്, കഥ പോയി കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, എന്തോ ഒന്നുണ്ട്. എന്നാ ഭർത്താവിനൊരു റോളുണ്ട്. കണ്ടാൽ ചായ ഒക്കെ കുടിക്കുന്നിടത്ത് 2 ദിവസം അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിക്കണതിന് പകരം അടുത്ത് ചെന്നിട്ട് തോളിലൊന്ന് തട്ടിയിട്ട് എന്തൊരു ലക്ഷണമാ, എന്നിട്ടൊരു പൂവെടുത്തിട്ട് ബെഡ്ഷീറ്റ് മേലെ വെച്ചു, അത് വേറൊരു ലക്ഷണം. എന്നിട്ട് സാധാരണ എന്ത് സമാനങ്ങൾ വെച്ചിരിക്കുന്ന ഇങ്ങനെ ഉണ്ടായിരിക്കും പറഞ്ഞാൽ ആക്ഷമുള്ള അവരുടെ എപ്പോഴും നമ്മുടെ പെണ്ണുങ്ങളാണ് ആഴ്ച റുപ്യ വില മാത്രം തരുന്നു. ഇഷാനെ വിളിച്ച് നമ്മളെ ഒരു 200 വട്ടങ്ങ് വീണു. ഫീലിംഗിലാണ് നിൽക്കുന്നത് സ്ത്രീകൾ. ഭർത്താവ് കയറി വന്നപ്പോ വീട്ടിന്റെ അരങ്ങൊക്കെ മാറിയിട്ടുണ്ട്. മാറാനുള്ള ബെഡ്റൂമിലേക്ക് പോയിട്ട് പൂവെടുത്ത് ഇങ്ങനെ നോക്കി 3 മക്കൾക്ക് പറഞ്ഞോ ബെഡിൽ ിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇവള് മുള്ളു തന്നെയാ തരാൻ പോകുന്നത്. ആ മനുഷ്യൻ പോയില്ല, അതിന്റെ കണ്ടുള്ളൂ. മനസ്സിന്റെ ത്യാഗത്തെ അലിവിനെയും കണ്ടില്ല. അത് കാണണമെങ്കിൽ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ വളരെയധികം വലുതായിട്ട് ചെറുതാകണം. മനസ്സുകൊണ്ട് വളരെ വലുതായിട്ട് ചെറുതാകണം. അപ്പൊ നമ്മുടെ പല ദേഷ്യങ്ങളും ഇല്ലാതെയാവും. അതാണ് ഞാൻ പറഞ്ഞത്, റഹ്മിൽ അനക്ക് സ്ഥാനമില്ല. ഞാനതാ പറഞ്ഞത്, റഹ്മില് ഈ അനക്ക് സ്ഥാനമില്ല. ഞാൻ എന്ന് പറയുന്ന ചിന്തകൾക്ക് വലിയ സ്ഥാനമില്ല. വിട്ടുവീഴ്ചക്ക് തയ്യാറാകാൻ പറ്റുന്നവർക്ക് മാത്രമേ ജീവിതം ഉണ്ടാവുള്ളൂ. ആ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഞാൻ ആലോചിച്ചു വരുന്നത്, എവിടെയാണ് ഒരു കുടുംബം ഊഷ്മളമാകുന്നത്, എവിടെയാണ് നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നത്, എന്തൊക്കെയാണ് അതിന് വേണ്ടത്? ഞാൻ പറഞ്ഞു വന്നു, ഈഗോ ഇല്ലാതെ വർക്ക് ചെയ്യുക, ഞാൻ എന്ന് പറയുന്ന ചിന്തയെ മാറ്റിവെക്കുക. പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇണങ്ങാനുള്ള മനസ്സിലേക്ക് പോവുക. വലിയ പിടുത്തങ്ങളൊന്നും പിടിക്കാതിരിക്കുക. ചേർച്ചയുടെ ഭാഗമാകുക. കൊടുക്കൽ വാങ്ങലിന്റെ ഊഷ്മളത അനുഭവിക്കുക. എന്റെ വീട്ടിലും സന്തോഷമുണ്ടാകുമെന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് റൂമിലെ മനോഹരമായ ഒരാശയം ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പൊതുവെ കുടുംബ ക്ലാസുകളിലൊക്കെ അത് പറഞ്ഞു പോകാറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ നാം ഇണകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. കണ്ടോ, നിങ്ങളിൽ തന്നെ ഇണകൾ എന്ന് പറഞ്ഞതിന് ഒരുപാട് ആശയങ്ങളുണ്ട്. ഒന്ന്, ആദമിന്റെ ഭാഗമാണ് ഹവ്വ എന്നൊരർത്ഥം, ആണിന്റെ ഭാഗമാണ് പെണ്ണ് എന്നൊരർത്ഥം. 2, മറ്റൊരു ലോകസങ്കല്പത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മൂക്ക് പരന്ന ഒരു മലേഷ്യക്കാര് ഉണ്ട്, ഹൈറ്റ് കുറഞ്ഞ മലേഷ്യക്കാരിയുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ആണുണ്ട്, ഹൈറ്റുള്ള ആഫ്രിക്കക്കാരനുണ്ട്, സുഡാനി ആൾക്ക് ഹൈറ്റ് കൂടിയ ആണുണ്ട്, മുടി ചെമ്പിച്ച ഓസ്ട്രേലിയക്കാരനുണ്ട്, മുടി ചെമ്പിച്ച പെണ്ണുണ്ട്, കേരളീയനായ പെണ്ണുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇണകളെ ഉണ്ടാക്കി തന്നു. എന്തിനാണ് ഇണം? ലിതസ്കുനു ഇലൈഹ. വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ സക്കീനത്താണ്. മുഴുവൻ ആണുങ്ങൾക്കും പെണ്ണിൽ സാന്ത്വനം കിട്ടാൻ വേണ്ടി, പെണ്ണിന് ആണിൽ സാന്ത്വനം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സാന്ത്വനം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളിൽ എത്ര പേർക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട്
വീട്ടിലെത്തുന്നതിന്റെ ഇടയിൽ എവിടെയോ ഒരു പിരിമുറുക്കം, ഒന്ന് വേഗം വീട്ടിലെത്തണമായിരുന്നു. എത്ര പെണ്ണുങ്ങന്മാർക്ക് വീട്ടിൽ നിന്ന് പുറത്തുപോയ ഭർത്താവിനെ കാണാനുള്ള ഒരു പെട്ടെന്നൊന്ന് വന്നിനെങ്കിൽ മക്കളോടൊക്കെ ചോദിക്കുക, മഗ്‌രിബായല്ലോ പഠിച്ചോനെ, സാധാരണ വരുത്തുണ്ടല്ലോ, ഇതെന്താ വന്നിട്ട് കാണാത്ത, ഇന്നെന്താ ലേറ്റായത്, വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എന്നൊരു ആജീവോടെ പറയുന്ന ഒരു വീട്ടിലെ അന്തരീക്ഷം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അതിന്റെ അർത്ഥം എന്താണ്? അവർക്കിടയിലുള്ള ഒരു സക്കീനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. അതിന് പടച്ചു തമ്പുരാൻ ഈ സക്കീനത്ത് ഉണ്ടാകാൻ രണ്ട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഒന്ന് പ്രേമമാണ്, സ്നേഹമാണ്. രണ്ട് റഹ്മത്ത്, കാരുണ്യമാണ്. ഒരു ദാമ്പത്യ ബന്ധം നിലനിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായി ഉണ്ടാക്കി തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മവദ്ദത്ത്, പ്രേമം, സ്നേഹം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹം. ഇപ്പൊ കേരളത്തിൽ പ്രീമറിറ്റൽ കൌൺസിലിംഗ് നടക്കുന്നു. സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനും ഈ വിനീതൻ കൺവീനറും തർലായിയെ പോലുള്ള ആളുകൾ ഉൾപ്പെടുന്ന മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ കേരളത്തിലെ പല മഹല്ലുകളിലും കല്യാണം കഴിക്കാൻ പോകുന്ന 23 തികഞ്ഞ ആണിനും 18 തികഞ്ഞ പെണ്ണിനും 30 പേർ ഉണ്ടെങ്കിൽ ഒരു കോഴ്സ് 7 ക്ലാസുകൾ, അതിന് സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിലൊക്കെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആണിനും പെണ്ണിനും പഠിപ്പിക്കുന്നത് എന്താണ് മവദ്ദത്ത്, എന്താ സ്നേഹം എന്ന് പറഞ്ഞാല്. പെണ്ണുങ്ങൾ വിചാരിക്കുന്നു, പഠിച്ചോനെ ഞാൻ സ്നേഹിക്കുന്ന അത്ര ആരെങ്കിലും ഈ മനുഷ്യനെ സ്നേഹിക്കുമോ, എന്നിട്ടെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ. ആണുങ്ങൾ വിചാരിക്കുന്നു, പഠിച്ചോനെ ഞാൻ സ്നേഹിക്കുന്ന അത്ര ആരെങ്കിലും ഇവളെ സ്നേഹിക്കുമോ, എന്നിട്ടും എന്താ ഇങ്ങനെ. കുട്ടികൾ വിചാരിക്കുന്നു, എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിന്റെ ഒരു തരി പോലും എന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും അടുത്തുനിന്ന് കിട്ടുന്നുമില്ലല്ലോ. സ്നേഹം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് പലർക്കും അറിയില്ല. ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളോട് ഞാനൊരു ചെറിയ അവസരം തരാം. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ കുട്ടികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യൊന്ന് അനക്കാമോ? അതിനെന്താ കുഴപ്പം? ഒന്ന് ചെറുതായിട്ട് എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ സന്തോഷിക്കാം. നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ട് നോക്കുക, പഠിച്ചോനെ എന്റേത് മാത്രം ഒഴിഞ്ഞു പോവോ, എല്ലാവർക്കും കിട്ടി നല്ല മെസ്സേജ്, സ്നേഹിക്കുന്നു. പക്ഷെ കുഴപ്പം ഇതാണ്, എന്താണ് സ്നേഹമെന്ന് പൊതുവെ ആളുകൾക്ക് അറിയില്ല. പണ്ട് എന്റെയൊക്കെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്ന കുറെ സൗഭാഗ്യങ്ങളിൽ ഒന്ന്, അക്ഷരമറിയാത്ത കുറെ ആളുകൾ നാട്ടും പുറത്തുണ്ടായിരുന്നു. അവർക്ക് ഗൾഫിലേക്ക് കത്തെഴുതി കൊടുക്കാനുള്ളൊരു പണി എനിക്ക് കിട്ടാറുണ്ട്. അപ്പൊ ആ കത്തെഴുതുമ്പോൾ അതിലെ ചില വരികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരും. പ്രിയേ, എനിക്ക് നിന്നോടുള്ള ഇഷ്ടം എന്റെ കൽബിന്റെ അകത്തൊരു പെട്ടി ഉണ്ടാക്കി, അതിന്റെ അകത്ത് പെട്ടി ഉണ്ടാക്കി, അതിന്റെ അകത്തൊരു പെട്ടി ഉണ്ടാക്കി, അതിന്റെ അകത്ത് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുക. അന്ന് ഞാനൊക്കെ നല്ല കൈപ്പടിയിൽ ഈ കത്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, വന്ന കത്തുകൾ വായിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ചിന്തിക്കുമ്പം എനിക്കിങ്ങനെ തോന്നും, പഠിച്ചവനെ എന്തൊരു പൊട്ടത്തര അന്നത്തെ ആ എഴുത്ത് അവരെഴുതിയത്. കാരണം ഒരാൾക്ക് മറ്റൊരാളുള്ള സ്നേഹം എന്ന് പറയുന്നത് അതിനെ പെട്ടിയുണ്ടാക്കി ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നോ, അതിന്റെ അർത്ഥം മറ്റേയാൾക്ക് അത് അനുഭവപ്പെടുന്നില്ല എന്നാണ്. ഭാര്യ ഭർത്താവിനോട് പറയാ, എനിക്ക് ഇന്ന വലിയ ഇഷ്ട, ഒരു കാര്യമില്ല. മക്കളോട് നിങ്ങൾ പറയാ, എനിക്ക് നിങ്ങളെ ഇന്ന വലിയ ഇഷ്ട, കാര്യമില്ല. സ്നേഹം അത് എക്സ്പ്രസ് ചെയ്യപ്പെടണം, അത് അനുഭവവേദ്യമാകണം, അത് കിട്ടണമെന്ന്. അപ്പൊ കിട്ടാൻ എന്താ മാർഗം? അതിനുള്ള കുറെ ലക്ഷണങ്ങളുണ്ട്. അത് എന്നാൽ മാത്രമേ സ്നേഹമുള്ളൂ. അതിന്റെ ലക്ഷണങ്ങൾ ധാരാളമുണ്ട്. അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം സാർത്ഥകമാകുന്നു, സഫലമാകുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിനെന്താ വേണ്ടത്? ലക്ഷണങ്ങളുടെ മേലെ പിടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ ഒളിച്ചോടിപ്പോകലുകൾ പെരുകുന്ന വല്ലാത്ത ഒളിച്ചോടിപ്പോകലുകൾ നടക്കുന്നു. 18 വയസ്സുള്ള പെൺകുട്ടി, 20 വയസ്സുള്ള പെൺകുട്ടി, പക്ഷെ ഭർതൃമതികളായ സ്ത്രീകൾ. എവിടെയാ ഇതിന്റെ കുഴപ്പം? മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുകയും സ്നേഹം കിട്ടാണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം മനസ്സിന്റെ പിരിമുറുക്കത്തിൽ നിന്നാണിത് സംഭവിക്കുന്നത്. 18 വയസ്സുള്ള കുഞ്ഞ് തെർലായിലുണ്ടെന്ന് വിചാരിക്കാൻ തമാശ പറയല. തെർലായിനെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അവള് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ണാടിന്റെ മുമ്പിൽ കുറെ നേരം നിന്നു. എന്തിനാ നിന്നത്? അവളുടെ കണ്ണിന്റെ പുരികത്തിൽ എന്തോ അവർക്ക് ചെയ്യാനുണ്ട്. ഇവിടെയും ചെയ്തു, ഇവിടെ 1.5 ഇഞ്ച് മാത്രമുള്ള സ്ഥലത്ത് 6 സൗന്ദര്യത്തിന്റെ തന്തുക്കളുണ്ട് എന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചു. എന്ന് പറഞ്ഞാൽ പുരികം ഒന്നുകിൽ തിൻ ചെയ്യുക, അല്ലെങ്കിൽ തിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കൊന്ന് വലിച്ചു കളയുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു ലൈനർ ഉപയോഗിച്ച് ചെറുതാക്കുക. ഇങ്ങനെ പല പണികളും ആളുകൾ ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ കുഞ്ഞിങ്ങനെ ചെയ്യുക. ആ ചെയ്യുന്നതിനടുത്ത് ഉമ്മ വന്നിട്ട്, പലപ്പോഴും 18 വയസ്സുള്ള ആണും പെണ്ണും വീട്ടിലുണ്ടെങ്കിൽ ഉമ്മമാർക്ക്
വീടൊരു നരകം പോലെ. അവരുടെ സമീപനം എന്താണെന്ന് മനസ്സിലാവില്ല. ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു പെണ്ണ്, 18 വയസ്സുള്ള വേറൊരു പെണ്ണ് രാത്രി ഒരു ചരടെടുത്തിട്ട് നെറുകയിൽ ഇങ്ങനെ കെട്ടി നേരെ കൃത്യമായിട്ട് ഉമ്മാക്ക് ബേജാറായി. പഠിച്ചോനെ ചരട് കൊണ്ടുള്ള പരിപാടിയാ, ഇവളെന്താ ചെയ്യാൻ പോകുന്നത്, മോളെ എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. രണ്ടാമതും മൂന്നാമതും പറഞ്ഞപ്പോ ഈ മോളുമ്മാനോട് പറഞ്ഞു, ഉമ്മാക്കിനി ഉറക്കില്ലാണ്ടാകണ്ട, ഞാൻ ഈ നടുവേ ഒരു ചരട് കെട്ടുന്നത് വലതുഭാഗവും ഇടതുഭാഗവും കൃത്യമായി ഭാഗിക്കാനാണ്. വലതുഭാഗത്ത് ഞാൻ ധാത്രി തേക്കും, ഇടതുഭാഗത്ത് ഇന്ദുലേഖ തേക്കും. രണ്ടും സാമ്പിൾ എന്റെ ചങ്ങായിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്. ഉമ്മാക്ക് നോ കോസ്റ്റ്, ഉമ്മാക്ക് ചെലവില്ലല്ലോ. എന്നിട്ട് ഏതാ കൂടുതൽ വർക്ക് ചെയ്യുന്നത് നോക്കിയിട്ട്, ഫലം ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്കത് വാങ്ങാലോ, എന്റെ സൂത്രം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത്ര അങ്ങനെയുള്ള കുട്ടികൾ വളരുന്നൊരു ലോകം. ഈ പെണ്ണും 18 വയസ്സുള്ള കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പം കണ്ണൊക്കെ എഴുതി വൃത്തിയായിട്ട് ഇങ്ങനെ പോവാം. ഉമ്മക്ക് ദേഷ്യം വന്നു. എത്ര നേരാ കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഉമ്മ ഇവളോട് പറഞ്ഞു, എന്താ സൗന്ദര്യ മത്സരത്തിനാ പോന്നേ എന്ന് ചോദിച്ചിട്ട് ടിഫിൻ പാത്രം മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചു കൊടുത്തു. ദേഷ്യത്തിൽ പറഞ്ഞയച്ചു. ഈ കുഞ്ഞിന്റെ സ്കൂളിലേക്ക് പോകുന്ന, കോളേജിലേക്ക് പോകുന്ന കുഞ്ഞിന്റെ മനസ്സിൽ ഉമ്മ കൊടുത്ത ദേഷ്യവും സങ്കടവും മിക്സ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ആ കുട്ടി അങ്ങ് പോയി. പുറത്തെത്തുമ്പോൾ അപ്പുറത്തെ ബസ് ഷെൽട്ടറിൽ ഒരുത്തൻ കരടിന്റെ ഫോട്ടോ ഉള്ള ബനിയൻ കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാ നാട്ടിലും ഉണ്ടാവും. രാവിലെയും വൈകുന്നേരമൊക്കെ പിള്ളേരെ യാത്രയാക്കാനും വൈകുന്നേരം സ്വീകരിക്കാനും ഗൾഫിൽ വിസ കിട്ടുന്നത് വരെ അങ്ങനെ ബസ് ഷെൽട്ടറിൽ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിന് പ്രത്യേകതരം ആളുകളാണ്. കോച്ചിങ് ഒന്നുമില്ല, അതങ്ങ് ടീം ആയിക്കോളും. ഒരുത്തനുണ്ട്, അവൻ ഇവളെ ഒന്ന് നോക്കിയിട്ട് വെറുതെ ഒന്ന് ചിരിച്ചു. ചിരിച്ചപ്പോൾ അറിയാതെ ഇവളെ മനസ്സിലൊരു ചിരി വന്നുപോയി കേട്ടോ. ചിരി വന്നപ്പോ അവന്റെ മനസ്സിൽ എടുപൊട്ടി, പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ. അവൻ പിറ്റേന്ന് നേരത്തെ വന്നു. ഈ ഉമ്മ തരാത്തത് എന്തോ ഒന്ന് അപ്പുറത്ത് കിട്ടുന്നു എന്നൊരു തോന്നലിൽ നിന്നാണ് ഇവള് ചിരിച്ചു പോയത്. ഇവള് വേറൊന്നും ആലോചിച്ചിട്ടില്ല. അവൻ കണക്ക് പുസ്തകത്തിൽ വരവ് വെച്ചു. അവൻ നേരത്തെ എത്തി. ഇന്നും ഈ വീട്ടിൽ നിന്ന് ഉമ്മ ഇവൾക്ക് ഈ വേദനയും സങ്കടവും ദേഷ്യ കൊടുത്തനെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, ഉമ്മക്ക് ഇന്നും ഷെൽട്ടറിൽ നിന്ന് അവൾ ചിരിക്കും. നാളെ മൂന്നാമത്തെ ദിവസം ഇവൻ ഇപ്പുറത്തെ ഷെൽട്ടറിൽ വന്നിട്ട് ഈ കുട്ടിയോട് ചോദിക്കും, നിന്റെ പേരെന്താ? അവൾ പറയും, എന്റെ പേര് നബീല. ഇന്നലെ ഇട്ട ഡ്രസ്സ് വളരെ നന്നായിന്, ഇന്നത്തെ അയിലും നല്ലത് കേട്ടോ എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അറിയാതെ ഇവളുടെ മനസ്സിന്റെ ദാഹം തീരുകയാ. ഉമ്മ തരാത്തത്, വാപ്പ തരാത്തത് ഇവിടെ എവിടുന്നോ എനിക്ക് തെരുവിൽ നിന്ന് കിട്ടുന്നു എന്ന തോന്നലുണ്ടായാൽ കാര്യം തീർച്ചയാണ്. എന്ത് സംഭവിക്കും? ഈ കുട്ടിയുടെ മനസ്സ് അങ്ങോട്ടേക്ക് ചായും. ഉമ്മാനോട് ഇഷ്ടമില്ലാണ്ടാകും, വാപ്പാനോട് ഇഷ്ടമില്ലാകും. അതുകൊണ്ട് ആണുങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളെ വീട്ടിലെ കുട്ടി സ്കൂളിലോ മദ്രസയിലോ നല്ല, ഞാനൊക്കെ ചെയ്യാറുണ്ട്. എന്റെ വീട്ടിൽ 3 പെൺമക്കളാ. അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, സുന്ദരിയായിരിക്കുന്നു കേട്ടോ, ഇന്ന് നിനക്ക് ചേരുന്നു കേട്ടോ. തോളിൽ തട്ടിയിട്ട് പറയുമ്പം കുഞ്ഞിന്റെ മനസ്സിലെ ദാഹം തീരും. പുറത്തുനിന്ന് ആരെങ്കിലും അങ്ങനെയുള്ള സൂചനകൾ കൊടുക്കുമ്പം മനസ്സിൽ പറയും, അത് നേരത്തെ എന്റെ ഉമ്മ പറഞ്ഞിട്ടുള്ള, നീ പോയി പണി നോക്ക് എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് ആളുകൾ മാറും. നമ്മളുടെ ഒരു ഉത്തരവാദിത്തം. ഞാൻ പറയുന്നത്, ദാമ്പത്യ ജീവിതം ഇങ്ങനെ ചേർന്ന് നിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് എന്താണ്? അടിസ്ഥാനപരമായി വേണ്ടത് നമുക്ക് സ്നേഹിക്കാൻ പഠിക്കണം. 2, കരുണ കാണിക്കാൻ പഠിക്കുകയും വേണം. സ്നേഹിക്കാൻ പഠിക്കണം, കരുണ കാണിക്കാൻ പഠിക്കണം. അപ്പൊ സ്നേഹിക്കാൻ പഠിക്കൽ എന്താണ്? ഈ സംഗമമൊക്കെ കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഒരു വലിയ ജനാവലി ഇവിടെ വന്നു. ഞാൻ ഇങ്ങനെയാ ചിന്തിക്കുന്നത്, സംഘാടകരും അങ്ങനെ ആശിക്കേണ്ടത്. ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ ഒരു കാഴ്ചപ്പാടിൽ ചെറിയൊരു മാറ്റം വന്നാൽ ഈ വലിയ സംഗമത്തിന്റെ ഒരുക്കം ഒരൊറ്റ കുടുംബത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ മതി. ഇതൊരു വലിയ സന്തോഷമായി. സ്നേഹത്തിന് കുറെ ലക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തെ ലക്ഷണം എന്താന്ന് പറഞ്ഞാൽ വർത്താനം പറയല, ആശയവിനിമയം നടത്തുക. കുടുംബത്തിന്റെ അകത്ത് ആശയവിനിമയം നടക്കുന്ന കുടുംബമുണ്ടോ ആ കുടുംബം സന്തോഷമുള്ള കുടുംബമായിരിക്കും. കണ്ടോ, ഇതിന്റെ ഈ മൊബൈലിന്റെ തൂക്കം നോക്കിയാൽ നിങ്ങൾ, ആകെ 100 ഗ്രാം 150 ഗ്രാം തൂക്കമുള്ള ഈ മൊബൈല്, ഞാൻ ഏതാണ്ട് ഒരു 75 കിലോ തൂക്കമുള്ള ഞാന് ഈ മൊബൈലിന് എന്റെ ഒരു കയ്യിൽ ഞാനിങ്ങനെ താങ്ങിപ്പിടിച്ചു നിൽക്കുക. ഒരു അരമണിക്കൂർ താങ്ങിപ്പിടിച്ചപ്പോ പ്രശ്നമൊന്നുമില്ല. ഇത് 25 കിലോ ഇല്ല കേട്ടോ. ഇതിങ്ങനെ താങ്ങിപ്പിടിച്ചൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്കൊരല്പം ഭാരം തോന്നും. 2 മണിക്കൂർ കഴിഞ്ഞപ്പോ അറിയാതെ എന്റെ കൈ ഇങ്ങനെ താഴും. 5 മണിക്കൂർ ഞാൻ ഇതിനെ ഒരേ സ്ഥലത്ത് പിടിച്ചു നിന്നാല് എന്നെ കാണുമ്പോൾ ഒരു അംഗവൈകല്യമുള്ള ആളെ പോലെ തോന്നും. കാരണം എന്താ? ചെറിയ ഭാരത്തെ ഞാൻ ഒരേ സ്ഥലത്ത് ഇങ്ങനെ താങ്ങിപ്പിടിച്ചു നിൽക്കുക. മനസ്സിന് ഭാരമായി.
ശരീരം വികൃതമായി, ജീവിതത്തിലൊരു അസ്വസ്ഥത എവിടെയോ ഉള്ളതുപോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. പലരുടെയും കുടുംബത്തിന്റെ പ്രശ്നം എന്താ? ഷെയറിങ് കിട്ടുന്നില്ല, ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല. പടച്ചോനെ 3 വർഷമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇടപെട്ടിട്ട് നമ്മൾ പറയുമല്ലോ, ശാരീരികമായൊരു ബന്ധം പോലും നടക്കാതെ ആരോടും പറയാതെ ജീവിച്ച കുടുംബത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ വെച്ച് കണ്ടു. വല്ലാത്തൊരു സങ്കടം. നാളെ എനിക്ക് എന്റെ മുന്നിലേക്ക് വരാൻ പോകുന്ന ഒരു 80-90 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരാൻ പോകുന്ന ഒരു കുടുംബത്തിന്റെ കഥയും അങ്ങനെയാണ്. എവിടെയോ തുറന്ന് സംസാരിക്കാത്തൊരു ദാമ്പത്യം നമുക്കുണ്ടോ? നമ്മൾ സംസാരിക്കണം. രാത്രി ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോളിംഗ് ബെല്ലടിക്കുന്നു. മാക്സി ധരിച്ചൊരു രൂപം നേരെ ചെന്നിട്ട് ഫ്രണ്ടിൽ നോക്കി വീട്ടിൽ വരേണ്ട ആൾ തന്നെയാണെന്ന് ഉറപ്പ് വന്നു. വാതിൽ തുറന്നു കൊടുത്തു. ആ രൂപം, പെൺരൂപം അടുക്കളയിലേക്ക് പോയി. വന്ന ആൺരൂപം ബെഡ്റൂമിലേക്ക് പോയി. കുളിച്ചു വൃത്തിയായി. മക്കൾ 3 എണ്ണം ഉണ്ട്. മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി, ഉപ്പ വന്നിട്ടുണ്ട്, ഉപ്പ വന്നിട്ടുണ്ട്. കണ്ടോ? ഭർത്താവ് കുളിച്ചു വരുമ്പോഴത്തേക്ക്, ആൺരൂപം എന്നാണ് ഞാൻ വിളിക്കുന്നത്, കുളിച്ചു വരുമ്പോഴത്തേക്ക് ഡൈനിങ് ടേബിളിന്റെ മേലെ പ്ലേറ്റ് കൊണ്ടുവച്ചു ഭാര്യ, പെൺരൂപം. ട്ടൊരു ഒച്ചയുണ്ടാക്കി. എന്തിനാ കൊണ്ടുവച്ചു എന്നുള്ളതിന്റെ അടയാള. കണ്ണൂർ ജില്ലയിലെ ഒരു വീട്ടിൽ ഞാനിങ്ങനെ കയറിപ്പോയി. എവിടെയാണെന്നും ഞാൻ പറയില്ല. അവിടെ അടുക്കളയിലേക്ക് ഞാൻ കയറിയപ്പോൾ 3 ബൾബുണ്ട്. ഒന്ന് ചുവന്ന ബൾബ്, ഒന്ന് മഞ്ഞ ബൾബ്, ഒന്ന് പച്ച ബൾബ്. ഞാനും ചോദിച്ചു, ഇതെന്ത് സിഗ്നലോ അടുക്കളയില്? അപ്പൊ അവര് പറഞ്ഞു അതൊരു പ്രത്യേകമാണ്. എന്നാന്ന് പറഞ്ഞാല് ചുവന്നത് ആയിഷാന്റെ ബെഡ്റൂമിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, മഞ്ഞ ജമീലാന്റെ ബെഡ്റൂമിലേക്ക്, പച്ച നമ്മളെ സുബൈദാന്റെ ബെഡ്റൂമിലേക്ക്. ആയിഷാന്റെ മാപ്പിള വിളിക്കുമ്പോ മഞ്ഞ കത്തിയാൽ ഓള് പോയിക്കൊള്ളണം. വല്ലാത്തൊരു കടുപ്പം തന്നെ കേട്ടോ. എന്തൊരു കൃത്രിമമായിട്ടാണ്. ഒന്ന് ആയിഷ എന്ന് ഉറക്കെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലേ കുടുംബത്തിന്റെ അകത്ത്? കണ്ടോ? കയറി വന്ന ഭർത്താവ് ബെഡ്റൂമിലേക്ക് പോകുന്നു. ഭാര്യ ഡൈനിങ് ടേബിളിന്റെ മേലെ പ്ലേറ്റ് എടുത്ത് കൊണ്ടിട്ട് ഇങ്ങോട്ട് ഒച്ചയുണ്ടാക്കുന്നു. എന്നിട്ട് ഓർ അടുക്കളയിലേക്ക് പോകുന്നു. മക്കൾ 3 മൂലയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ കടലൊക്കെ കൊറിക്കുന്നു. ഭർത്താവ് ഫുഡ് കഴിച്ചിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. ഭാര്യ വാഷ് ബേസിൽ വീഴുന്ന ഒച്ച കേൾക്കുമ്പം ഈ മനുഷ്യൻ മതിയാക്കിയെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് പ്ലേറ്റ് എടുത്ത് സ്ക്രൂ ചെയ്ത പാവ പോകൂലേ, അതുപോലെ പോയിട്ട് അടുക്കളയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. മക്കളും കഴിക്കുന്നു. എന്നിട്ട് ഈ ഭാര്യ ഉറങ്ങാൻ പോകുന്നു. ഈ കിടപ്പറയിൽ വെച്ച് കുഞ്ഞുണ്ടായാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മനഃശാസ്ത്ര വിശകലനം അനുസരിച്ച് ആ കുഞ്ഞ് തീവ്രവാദിയോ കുഴപ്പക്കാരനോ എന്തോ ആയിട്ടുണ്ടാവും. സത്യം. കാരണം സന്തോഷമില്ലാത്ത ശാരീരിക ബന്ധത്തിലാണ് നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചതേ. ഇതിനൊക്കെ ഇസ്ലാം ഒരുപാട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ വീട് കബറിടമാകരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഇതൊക്കെ ആയിരിക്കും. ഭാര്യയും ഭർത്താവും ഉണ്ട്, മക്കളുണ്ട്. പക്ഷെ പരസ്പരം ഒരു ബന്ധം വേണ്ടേ, ഒരു പൊരുത്തം വേണ്ടേ, ഒരു ആശയവിനിമയം വേണ്ടേ? എന്ത് വേണമായിരുന്നു? ഭർത്താവ് മുന്നിലേക്ക് കയറി വരുമ്പോ മെല്ലെ ഒന്ന് വാതിൽ തുറന്ന് എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഊഷ്മളമായി ഭർത്താവിനെയും കൂട്ടി ഒരു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത്. അപ്പൊ കുട്ടികൾ, ചില ആൾക്കാർ ചോദിക്കും, കുഞ്ഞുങ്ങൾ കാണൂലേ ഷെയ്ക്കാൻ്റെ കൊടുക്കും. പടച്ചോനെ, ഒരു ഷെയ്ക്കാൻ്റെ ഭാര്യ ഭർത്താവിന് കൊടുത്താൽ കുഞ്ഞുങ്ങൾ കാണണ്ടേ? കുഞ്ഞുങ്ങൾ അതാണല്ലോ മനസ്സിലാക്കേണ്ടത്. എന്റെ ഉമ്മയും ഉപ്പയും തമ്മിൽ ഇഷ്ടത്തിലാ, സ്നേഹത്തിലാ, ഇഷ്ടത്തിലാണെന്ന് വിചാരിക്കണ്ടേ? എന്നിട്ട് മിഠായി കൊണ്ടുവന്നതുണ്ടെങ്കിൽ അത് പൊളിച്ച് 3 കഷ്ണമാക്കി, ഒന്ന് ഭാര്യയ്ക്കും ബാക്കി 2 കുട്ടിയേക്കും കൊടുത്ത് ഒരു കഷ്ണം താനും രുചിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലമുണ്ടോ? അത് സന്തോഷമുള്ളതാ. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ്, രാത്രി ഈ സാദിഖൊന്നും ഇങ്ങോട്ട് അടുത്ത് വരാവോ? എന്റെ അടുത്ത സുഹൃത്തിനെ ഞാൻ വിളിക്കട്ടെ. ഞാൻ ചെറിയ തമാശ കാണിക്കാണ് നിങ്ങളുടെ മുന്നിലെ. സാദിഖ് ചൊർക്കള എന്ന് പറയുന്നത് എന്റെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്താ. അദ്ദേഹത്തിന്റെ കൈ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് പിടിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഞാനും സാദിഖും ഭാര്യ ഭർത്താവാണെന്ന് വിചാരിക്കുക. ഭാര്യയും ഭർത്താവും തൽക്കാലം ഇപ്പം മൊഴി ചൊല്ലും ഞങ്ങൾ. എന്നാൽ തൽക്കാലം നിങ്ങൾ വിചാരിക്കുക, ഞാന് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചെടുത്ത് പാപമോചനമുണ്ട് എന്ന് പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. കണ്ടോ നിങ്ങൾ? ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച സ്ഥലത്ത് എനിക്ക് പാപമോചനമുണ്ട് എന്ന് ഏത് മതമാണത് പഠിപ്പിച്ചത്? സന്തോഷായില്ലേ? സന്തോഷായില്ലേ? കണ്ടോ? അതുകൊണ്ട് ഒന്ന് മര്യാദക്ക് കൈ പിടിക്കണം. ഭക്ഷണത്തിന് ഒരു നേരമെങ്കിലും പറ്റുമെങ്കിലും ഒരുമിച്ചിരിക്കണം. എന്നിട്ട് കുട്ടികൾ കാണുകയെ ഭാര്യയുടെ മുന്നിലുള്ള പൊരിച്ചതിനൊരു കഷ്ണം ഭർത്താവ് എടുത്തിട്ട് ചോറ്റിന്റെ ഉള്ളിൽ വെച്ചോ. കുഞ്ഞുങ്ങളിങ്ങനെ കണ്ണോണ്ട് ഇങ്ങോട്ടാക്കി. ഭാര്യ പറഞ്ഞു, എന്റെ പൊരിച്ചത് ആരോ എടുത്ത്? ഞാൻ അറിയില്ലോ.
ഞാനറിയില്ല. അങ്ങനത്തെ നിങ്ങളെ എന്റെ പൊരിച്ച അധികം അങ്ങനെ തന്നെയാണ്, നീ ഉണ്ടാക്കിയ പൊരിച്ചതല്ലേ. 4 ഡയലോഗ് മക്കള് പറഞ്ഞ് നിങ്ങൾ വാപ്പാനെ വിടല്ല, വാപ്പാന്റെ പ്ലേറ്റിൽ നിങ്ങളൊന്ന് JCB വെച്ച് നോക്ക് എന്ന് പറഞ്ഞു. കണ്ടോ, അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് നോക്കും, ഇത് ഇറങ്ങി വന്നു. ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുമ്പം ആയിഷ റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ മുന്നിലുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന ആയിഷയെ വിളിച്ച് പ്രവാചകർ പറഞ്ഞില്ലേ, തആലി നുസാബിഖു മഈ, വാ നമുക്ക് ഒത്തിരി നേരം ഒന്ന് മത്സരിച്ചാലോ. എന്നിട്ട് മുറ്റത്ത് നിന്ന് ഓടുക. ആദ്യത്തെ മത്സരത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പ്രവാചകർ ജയിപ്പിക്കുക. രണ്ടാമത്തെ മത്സരത്തിൽ പ്രവാചകർ ജയിക്കുക കുറച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് പറയാം, അന്നത്തതിന് പകരം പിടിച്ചോ. ഊഷ്മളമായി ഒന്ന് ചിരിക്കാനുള്ള സ്കോപ്പുണ്ടോ ദാമ്പത്യത്തില്? നമ്മളെ വിചാരിച്ച് കുടുംബത്തിന്റെ അകത്ത് എല്ലാ സൗഭാഗ്യവും ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ആക്കിയിട്ട് നമ്മളിങ്ങനെ പറന്ന് നടക്കുക. വീട്ടിലേക്ക് കയറുമ്പോൾ 2 മൊബൈലും ചലച്ചോണ്ട് കയറുക, എന്നിട്ട് മിണ്ടാണ്ട് നിൽക്കുക, എന്നിട്ട് ജീവിക്കാണ്ട് നിൽക്കുക. ആ പൈസയൊക്കെ മക്കൾ പിന്നെ എടുത്തിട്ട് ദൂർത്തടിക്കുക. അങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണ്ടല്ലോ. ഉള്ളത് ആസ്വദിക്കണ്ടേ, ഉള്ളത് വെച്ച് സന്തോഷിക്കണ്ടേ? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വീട്ടിലേക്ക് കയറി വന്ന ഭാര്യയും ഭർത്താവും പരസ്പരം കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് അടുത്തിരുന്ന് ഫുഡ് കഴിച്ച് ഒരുമിക്കുന്ന ഒരു പശ്ചാത്തലം. കണ്ണൂരിലെ ഒരു വീട്ടിൽ കല്യാണം കഴിഞ്ഞു 3 മാസേ ആയിട്ടുള്ളൂ. ഭാര്യ ജ്യൂസ് എടുക്കാൻ പോയിരിക്കുന്നു. ജ്യൂസ് എടുക്കാൻ പോയ ഭാര്യ വരുമ്പോഴത്തേക്കും വൈഫിന്റെ ബാഗിന്റെ സിപ്പ് വെറുതെ തുറന്നു നിൽക്കുക, കളിക്കുക. ആര്? ഭർത്താവ്. അപ്പോഴത്തേക്ക് ഭാര്യ തമാശക്ക് വിളിച്ചു, എടാ കള്ള, എന്റെ ബാഗ് തുറക്കാന്ന്. അത്രയും ഊഷ്മളമാണ് അവർക്കിടയിലെ ജീവിതം. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്തെന്നറിയോ? ബാഗ് താഴെ ഇട്ടിട്ട് സ്കൂട്ടർ സ്റ്റാർട്ടാക്കിയിട്ട് ഒരൊറ്റ പോക്ക് വീട്ടിലേക്ക്. എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞോളെ എന്നെ കള്ളാന്ന് വിളിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഉമ്മാരെ കള്ളാന്ന് വിളിച്ചാ എന്നാ എന്റെ കുട്ടി അങ്ങോട്ട് പോകുകയേ വേണ്ട. അതൊരു കൂടുതലായിപ്പോയല്ലോ. പശ്ചാത്തലം ഏതാണെന്ന് നോക്കിയോ? ഒന്ന് ചിരിക്കാനും തമാശ പറയാനുള്ള സ്പേസ് നിങ്ങളെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇല്ലാണ്ടായിപ്പോയി? പിന്നെ എങ്ങനെയാണിത് കൂടുമ്പോൾ ഇമ്പമുള്ളതാകുന്നത്? ചെറിയ ചെറിയ തമാശകൾ പറയുന്ന. നിങ്ങളുടെ ബന്ധം ഊഷ്മളമാകണമോ? നിങ്ങളുടെ ഉള്ളിലെ ശിശു ഉണരണമെന്ന് മനഃശാസ്ത്ര പുസ്തകത്തിലുണ്ട്. ശിശു ഉണരണം. അതാണ് പ്രവാചകർ ഇവിടെ കാണിച്ചത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നത് നോക്കി നിൽക്കും. മാതൃകയായ ലോകത്തിന് മാതൃകയായ ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആയിഷ ചുണ്ട് വെച്ച് കുടിക്കുക. എന്തിനാ? സ്നേഹത്തിന്റെ എക്സ്പ്രഷന് വേണ്ടിയല്ലേ, സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ലേ? പ്രവാചകർ ഇങ്ങനെ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ റസഖനി ഹുബ്ബ ആയിഷ. ആയിഷന്റെ സ്നേഹം കൊണ്ട് അനുഗ്രഹിച്ച അല്ലാഹുക്ക് സ്തുതി. ആയിഷ കേൾക്കെ പറയുക, ആൾക്കാരെ മുന്നിന്ന് പറയാ. നമ്മൾ ഭാര്യയും ഭർത്താവും വിരുന്നിന് പോയി കേട്ടോ. അപ്പുറത്തെ ഏതോ വീട്ടില് 4-5 ഫാമിലിന്റെ വിരുന്ന്. നോക്കുമ്പം സാധാരണ ഉണ്ടാക്കുന്ന പോലെ ബിരിയാണി ഒന്നും അല്ല. കശ്മീരി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, മൈസൂർ ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കലാപരിപാടികളും ഒപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് സ്വന്തം ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. ആ കഴിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യന്റെ മൊത്തിങ്ങനെ നോക്കി, എനിക്കുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരർത്ഥത്തിൽ ഓളൊന്ന് കൊച്ചാക്കാൻ കിട്ടിയ ചാൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ഭർത്താവിനോട് പറയാ, നിന്റെ വൈഫിനോടൊന്ന് പറഞ്ഞു കൊടുക്കേ ഇവക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ. പാവം ഭാര്യ ഐസായിപ്പോയി. കാരണം മനുഷ്യന്മാരെ മുന്നിൽ നിന്നാണ് ചെറുതാക്കിയത്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കൂട്ടത്തിൽ ഊഷ്മളതയുടെ, വർത്താനത്തിന്റെ, ആശ്വാസത്തിന്റെ നിമിഷങ്ങളുണ്ടാവും. ഒരു 15 മിനിറ്റ് നിങ്ങൾ ഉണ്ടാക്കുമോ? ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ക്വാളിറ്റി ടൈം. നിങ്ങളുടെ മൊബൈൽ ഓഫാക്കിയിട്ടുള്ള ഒരു 15 മിനിറ്റ്. ഇപ്പോഴല്ല, വീട്ടിൽ രാത്രി പോയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ്. നിങ്ങൾ TV ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ TV ഓഫാക്കിയിട്ടുള്ള, TV ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. TVയുടെ അപകടത്തെക്കുറിച്ച് ധാരാളം നമുക്ക് പറയാറുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നില്ല. ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ, ചിന്തയെ, വികാരത്തെ, സംസ്കാരത്തെ മുഴുവനും മാറ്റിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് TV വളർന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അതുണ്ടെങ്കിൽ അത് ഓഫാക്കി, മൊബൈൽ ഓഫാക്കി, നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച്, എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്തിയ വസ്ത്രമല്ല, മറിച്ച് നിങ്ങളുടെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നിട്ട് കുറച്ചു നേരം വർത്താനം പറയുന്ന ക്വാളിറ്റി ടൈം. മക്കളൊക്കെ ഉറങ്ങിയതിനു ശേഷം മുഖത്തേക്ക് നോക്കിയിട്ട്, നിങ്ങളുടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയേ, നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയേ. ഇതുവരെ കാണാത്ത സൗന്ദര്യത്തിന്റെ സൂക്ഷ്മ തന്തുക്കൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മുഖത്ത് നോക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾ മര്യാദക്ക്. കണ്ടോ? നിങ്ങളൊന്ന് നോക്കി എന്ന് രാത്രി പോയിട്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. എന്നിട്ട് എന്തെങ്കിലും വർത്താനം പറയുക.
എന്തെങ്കിലും വർത്താനം പറയുക, അജണ്ടയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ വർത്താനം പറയുന്നു കിട്ടിയാ ചിലപ്പോൾ പെണ്ണുങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ കുറെ കാലമായി മൂപ്പരൊന്ന് കിട്ടണമെന്ന് വിചാരിക്കുന്നു. ഇരുന്നപ്പോ തന്നെ പറയാൻ തുടങ്ങി, അല്ല മനുഷ്യ പൊളിഞ്ഞ വാഷിംഗ് മെഷീന്റെ കാര്യം എത്ര കാലമായി ഞാൻ പറയുന്നു, ഇവിടെ ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് കേൾക്കാണ്ടുള്ളൂ, നാട്ടുകാർ പറഞ്ഞാലും കമ്മിറ്റിക്കാർ പറഞ്ഞാലും എല്ലാം റെഡിയല്ലേ, എനിക്കിവിടെ വല്ല സ്ഥാനമുണ്ടോ? 4 ഡയലോഗ്. ഭർത്താവിന് എണീക്കാനേ തോന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അജണ്ട വെക്കരുത്. അന്നേരം തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ കൃത്യമായി സംസാരിക്കുക. പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ടാവും ചില ദിവസം. എന്നിട്ട് നിങ്ങൾ ജനാലയുടെ അടുത്തിരുന്നിട്ട് ആകാശത്തേക്ക് നോക്കുക, എന്നിട്ട് പറയാ ചന്ദ്രനെ നോക്കിയേ എന്ന് ഭർത്താവ് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഞാനെന്താ വേണ്ടത്? ഒന്നുമല്ല, ആ ചന്ദ്രനെ കാണുമ്പോൾ എനിക്ക് നിന്റെ മുഖം പോലെ തോന്നുക, എന്തൊരു സന്തോഷാ ചന്ദ്രന്, എന്തൊരു സന്തോഷാ നിനക്ക്. അപ്പൊ ഭാര്യ പറഞ്ഞു, വെറുതെ ആക്കല്ലേ. ഭർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തല്ലാണ്ട് വേറെ അടുത്ത് അങ്ങനത്തെ ഒക്കെ പറയേണ്ടത്. കണ്ടോ, ഒരു 5 മിനിറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഫീലിംഗ്, സന്തോഷത്തിന്റെ കൊടുക്കൽ വാങ്ങലിന്റെ നിർവൃതിയുടെ ഒരു നിമിഷമുണ്ടോ? അത് നിങ്ങളുടെ ആശയവിനിമയത്തിന്റെ തുടക്കമാണ്. അത് നിങ്ങളുടെ സ്നേഹത്തിന്റെ ലക്ഷണമാണ്. കുട്ടികൾക്കത് വേണം, ഭാര്യക്കത് വേണം, ഭർത്താവിനത് വേണം. നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെക്കുന്ന സമ്പത്ത് കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റൂല. ലക്ഷക്കണക്കിന് റുപ്യ ബാങ്ക് ബാലൻസ് ആക്കിയിട്ട് ഭാര്യയുടെ കയ്യിൽ അക്കൗണ്ട് ആക്കി കൊടുത്തത് കൊണ്ട് കിട്ടില്ല. ഇതിന്റെ ഒരു സന്തോഷം വേറെയാ. അവിടെ തുടങ്ങണം നമ്മൾ. ഒന്ന്, ആശയവിനിമയം, പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയുന്ന, ഷെയർ ചെയ്യുന്ന, ചിരിക്കുന്ന, വർത്താനം പറയുന്ന, തമാശ പറയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിനുണ്ടാവുക. രണ്ടാമത്തത്, ഏതു ബന്ധത്തിലെയും അടിസ്ഥാനപരമായൊരു തത്വം എന്ന് പറയുന്നത് പ്രശംസിക്കാനുള്ള മനസ്സുണ്ടാവുക. അതിപ്പോ ഈ ഒരു പരിപാടിയുടെ സംഘാടനം എന്ന് പറയുന്നത് എത്ര കാലമായിട്ടുണ്ടാവും ഇത് തുടങ്ങിയിട്ട്? ഒരു മാസം മുമ്പ് എന്നെ തെർലായി വിളിച്ചത് ഞാൻ ഓർക്കുന്നു. ഡേറ്റ് ഒന്ന് മാറി, പിന്നെയും എന്തോ മാറ്റി പറഞ്ഞത് ഓർക്കുന്നു. അപ്പൊ ഇതിൽ ഇത്രയധികം കാര്യങ്ങൾ മനസ്സിൽ ഓടി നടന്ന ആളുകളെ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് എന്താണെന്നറിയാവോ? നാളെ ഇത് പിരിഞ്ഞു പോകുമ്പം അവർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് നന്നായി കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ചോറ് വിതരണം ചെയ്യുമ്പോൾ അതിൽ മസാല കുറഞ്ഞതായിരിക്കും നിങ്ങൾ ഏറ്റുപിടിക്കുക, ചിലപ്പോൾ ഉപ്പ് കുറഞ്ഞതായിരിക്കും ഏറ്റുപിടിക്കുക, അത് 4 പാക്കറ്റ് കുറഞ്ഞു പോയാൽ അതായിരിക്കും ചിലപ്പോൾ പ്രശ്നം. അതൊന്നുമല്ല ചിന്തിക്കേണ്ടത്. നന്മയെ എടുത്തു പറയുന്ന മനസ്സുണ്ടാകണം. ദാമ്പത്യത്തിലെ അടിസ്ഥാനപരമായ കാര്യമാണ് ഭർത്താവ് ഭാര്യയെ പ്രശംസിക്കണം, സൗന്ദര്യത്തെ പ്രശംസിക്കണം, ഭക്ഷണത്തെ പ്രശംസിക്കണം, പ്രവർത്തനത്തെ പ്രശംസിക്കണം, പർച്ചേസിനെ പ്രശംസിക്കണം, ചെയ്യുന്ന നന്മകളെ പ്രശംസിക്കണം, അധ്വാനത്തെ പ്രശംസിക്കണം. പടച്ചോനെ, അത് മക്കൾക്ക് കിട്ടണം, ഭാര്യയ്ക്ക് കിട്ടണം, ഭർത്താവിന് കിട്ടണം. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ് ഭാര്യ അടുക്കളയിൽ നിന്ന് ഒരു ചട്ടുക ഉയർത്തിപ്പിടിച്ചിട്ട് ഓടി വന്നു. എന്നിട്ട് നിൽക്കേന്ന് പറഞ്ഞു. തല്ലാനല്ല, ഈ നിങ്ങളെ കുപ്പായത്തിന്റെ അവസാനത്തെ ബട്ടൺ ഞാൻ ഇട്ടുതരാമെന്ന് പറഞ്ഞു. 1 മിനിറ്റേ വേണ്ടുള്ളൂ. ബട്ടൺ ഇട്ടുകൊടുത്തിട്ട് ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, ദേ ഈ കുപ്പായ ഇട്ടിട്ട് നിങ്ങളെ കാണാൻ എന്തൊരു രസം. നിങ്ങൾ വിചാരിക്കേണ്ട ഇത് യുവമിഥുനങ്ങളിൽ നടക്കുന്നതാണെന്ന്. 55 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് 60 വയസ്സുള്ള ഭർത്താവിനോടും പറയാലോ, കാണാൻ നല്ല രസമുണ്ട്. ഒരു പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ മൂപ്പരുടെ മനസ്സിൽ ഭാര്യ കൊടുത്ത ഈ ഒരു ഗിഫ്റ്റിന്റെ, നല്ല വാക്കിന്റെ, നല്ല മനസ്സ് നിലനിൽക്കും. അയാളുടെ കാര്യങ്ങളൊക്കെ നേരെയാവും. ഒരു മനുഷ്യനെ പ്രശംസിക്കുമ്പം അയാളുടെ സ്പൈനൽ കോഡിൽ ഒരു എനർജി ഉണ്ടാകുന്നുവെന്നും അത് തലച്ചോറിലെ പുതിയ ന്യൂറോൺ ബന്ധങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും അത് പഠനത്തിന് നല്ലതാണെന്നും മനസ്സമാധാനത്തിന് നല്ലതാണെന്നും ഒക്കെ പഠനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രശംസിക്കണം. ഇന്ന് രാത്രി പോയിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇന്നെ കാണാൻ നല്ല രസമുണ്ട് പെണ്ണേന്ന് പറയുമ്പം ഭാര്യ ഇങ്ങോട്ട് പറയും, ക്ലാസ്സൊക്കെ കേട്ടിട്ട് നന്നായി പോയി അല്ലേ എന്നൊക്കെ പറയും. അത് നമ്മൾ കേൾക്കുക. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കാത്തു നിൽക്കുന്ന ഭർത്താവ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഡയലോഗുണ്ട്, ഒരു പച്ചോള ഇങ്ങടുത്ത് എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? ഇത് കൂട്ടാൻ കൊള്ളൂല എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കുന്ന ഇൻഡയറക്റ്റ് മെസ്സേജാ. മറിച്ച് ഈ കറി ഒന്ന് നാവിൻ തുമ്പിൽ വെച്ചിട്ട് നന്നായി എന്ന് പറയാനുള്ള ഒരു മനസ്സ്. ആയിഷ എന്ന് പറയുന്ന പെണ്ണിന് തലവേദനയായ ഒരു കഥ ഞാൻ പറയാറുണ്ട്. ആയിഷക്ക് തലവേദനയായി, വല്ലാത്ത തലവേദന. പല തലവേദനയും സഹിക്കാം, മനസ്സിന്റെ ഭാരത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതായ യഥാർത്ഥ തലവേദനയില്ല, തോന്നലുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന തലവേദനകളുണ്ട്. ആയിഷാന്റെ ഭർത്താവ് ഉച്ചക്ക് ഊണിന് വരും. അപ്പൊ തലവേദന കൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല. എന്നിട്ട് ചോറ് ഒരുവിധം ഉണ്ടാക്കി അച്ചാറെടുത്ത് വെച്ചു. അപ്പുറത്തെ വീട്ടിലെ ജുമൈലനോട് പറഞ്ഞു, ജുമൈല നീ ഉണ്ടാക്കിയ കറി കൊടുത്തയക്കണേ എന്ന് പറഞ്ഞു. കണ്ടോ, ജുമൈലാന്റെ വീട്ടിലെ ഒരു ബൗള് കറിയെത്തി. പക്ഷെ അതൊന്നും ഇന്നൊരു സംസ്കാരമല്ല കേട്ടോ. ഞാനൊക്കെ എന്റെ വീട്ടിന്റെ അപ്പുറത്തെ വീട്ടില് 100 മീറ്റർ അപ്പുറത്തുള്ള വീട്ടില് എന്റെ 86 വയസ്സുള്ള മറിയുമ്മ, അല്ലാഹു അവർക്ക് നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരുമാറാകട്ടെ, ഈ ചകിരി എടുത്തിട്ട് തീക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് കൂട്ടരെ. ചകിരി കൊണ്ട് തീക്ക് എന്തിനാ?
അപ്പുറത്തെ തീക്കനൽ വാങ്ങിയിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ കത്തിക്കാൻ. കണ്ടോ, അപ്പുറത്തുനിന്നും വരും. കണ്ടോ, ആ തീ കനലും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന എനിക്ക് എന്റെ ഉമ്മ തന്നത് എന്താണെന്നറിയോ? സൂക്ഷ്മ വികാസം എന്ന് പറയുന്ന മനഃശാസ്ത്ര മേഖലയിലെ വലിയ സംഗതിയാണ്. സൂക്ഷ്മ വികാസം എന്ന് പറഞ്ഞാൽ കയ്യും കണ്ണും തമ്മിലുള്ള ബന്ധം. അക്ഷരമുറക്കാൻ, അക്ഷരം എഴുതി പഠിക്കാൻ, നിസ്കാരം നേരെയാകാൻ, ഗണിതം നേരെയാകാൻ വേണ്ടത് ചെറുപ്പത്തിലെ എന്റെ ഉമ്മ, എഴുതാനും വായിക്കാനും അറിയാത്ത എന്റെ ഉമ്മ, സൂക്ഷ്മ വികാസം എന്ന് ഉച്ചരിക്കാൻ പോലും അറിയാത്ത എന്റെ ഉമ്മ എനിക്ക് തന്നു. അപ്പുറത്തെ വീട്ടിലെ തീ കൊണ്ട് ഇപ്പുറത്തെ വീട്ടിലെ അടുപ്പുണ്ടായി. ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിന്റെ ആ മതിലിന്റെ ഇപ്പുറോ അപ്പുറോ ഒരു ഉമ്മമ്മ മരിക്കാൻ കിടക്കുന്നുള്ള വാർത്ത വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മരിക്കാൻ കിടക്കുന്നുണ്ട്. മരിച്ച ദിവസം ഉമ്മമ്മാന്റെ ഫോട്ടോ എടുത്തിട്ട്, മയ്യത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പുറത്തെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ഉമ്മമ്മ മരിച്ചിട്ടുണ്ട്, ഒരിത്തിരി നടക്കാനേ ഉള്ളൂ. ഇവള് വിട്ടില്ല. പെണ്ണുങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് യാസിന്റെ MP3 എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഒരു ഫയല് അയച്ചു കൊടുത്തു. ഉമ്മമ്മാക്കിതാ എന്റെ വക ഒരു യാസീന്. എന്തു രസകരമായ ബന്ധം നോക്കട്ടങ്ങള്. അങ്ങനെയുള്ള ബന്ധത്തിന്റെ ഇടയിലാണ് ജുമൈലത്തിന്റെ കറി ആയിഷാന്റെ വീട്ടില്. ആയിഷ ആ ബൗളിലെ കറിയും വെച്ച് ഭർത്താവിനെ കാത്തുനിന്നു. ഭർത്താവ് ഉച്ചക്ക് കയറി വന്ന ഭർത്താവിനോട് ഭാര്യ തല ഉയർത്താതെ പറഞ്ഞു, അതെ, ഉള്ളതും കൊണ്ട് കഴിച്ചേക്കണേ, വല്ലാത്ത വിഷമം, തലവേദന. ആ സമയത്ത് ഇന്റെ ഒടുക്കത്തെ തലവേദന പോവുകയല്ല ചെയ്യേണ്ടത്. അടുത്ത് ചെന്ന് തലവേദനയുള്ള ഭാര്യയുടെ നെറ്റിയിലൊന്ന് തടകി കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറയുന്നത് ഏത് പെണ്ണും കൊതിച്ചു പോകും. അത് ആണിന് ചെയ്യാൻ പറ്റുന്നതാ. ഈ കറിയും ചോറും മുന്നിലുണ്ട്, അച്ചാറുണ്ട്, ഉള്ളത് കൂട്ടി കഴിച്ചേക്കണേന്ന് ഭാര്യ പറഞ്ഞപ്പോ ഭർത്താവ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കറി കോരി ഒഴിച്ചിട്ട് ഒരു പിടി ചോറ് ഭാര്യ വായിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഒന്നാം തരം കറി. തലവേദനയാവുമ്പോ ആയിഷ നിന്റെ കറി നന്നാവുന്നെന്ന് പറഞ്ഞു. ആയിഷാന്റെ തലവേദന കൂടി. 15 കൊല്ലായി മനുഷ്യന്റെ കൂടെ ഞാൻ ജീവിക്കുന്നു, ഇതുവരെ എന്റെ കറിക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. ഇപ്പോഴിതാ അപ്പുറത്തെ വീട്ടിലെ ആയിഷാന്റെ കറിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഇവൻ ഇങ്ങനെ കിടന്നെടുത്തു നിന്ന് ഇങ്ങനെ ഉരുണ്ടും പരണ്ടും നിന്നു. ആ സ്ത്രീയുടെ ചിന്ത കൂടാൻ തുടങ്ങി. ഇതിനെ നെഗറ്റീവ് ഫിൽട്ടറിംഗ് എന്നാ പറയാ. എന്താ ഉണ്ടായേ? അതുകൊണ്ടല്ലേ അപ്പുറത്ത് ഗേറ്റിന്റെ അടുത്ത് എത്തിയിട്ട് വെറുതെ സ്കൂട്ടറൊന്ന് ഓഫാക്കലും പിന്നെ ഒരു ഓണാക്കലും പിന്നെ ഒരു ഹോണടിക്കലും. ഇപ്പല്ലേ മനസ്സിലായത്? ഇവളെ മനസ്സിൽ സംശയത്തിന്റെ പെരുമഴ വരാൻ തുടങ്ങി. കാരണം എന്താ? കൊടുക്കേണ്ട പ്രശംസ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരിക്കുമ്പം ആ സ്ഥാനത്ത് പലപ്പോഴും ഊഹത്തിന്റെ പിശാച് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കാര്യം ചെയ്താൽ, ഭാര്യ ചെയ്താലും ഭർത്താവ് ചെയ്താലും നമ്മൾ അതിനെ പ്രശംസിക്കണം, എടുത്തു പറയണം, നല്ലത് എന്ന് പറയണം. ഞാനൊരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ കുഴപ്പം പറയട്ടെ, വാപ്പാനോട് പറയണം, എനിക്കിനി വേണ്ട, ഇനി ഒഴിവാകണം, ഞാൻ ടൈലറിംഗ് ചെയ്തിട്ട് എന്റെ മക്കളെ നോക്കിക്കോളാം, ഇങ്ങനത്തെ ഒരു മനുഷ്യനെ എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അയാൾ അലസനാണ്, മടിയനാണ്, അധികവും രാത്രി റോട്ടുമലാണ്, മര്യാദക്ക് കുട്ടികളെ നോക്കൂല, ഉത്സാഹിക്കൂല, അധ്വാനിക്കൂല, കിട്ടിയ പൈസയൊന്നും മര്യാദക്ക് ചെലവഴിക്കൂല, അതുകൊണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറി നിന്നും. ആണിനോട് സംസാരിച്ചു, പെണ്ണിനോട് സംസാരിച്ചു. പെണ്ണിനോട് നമ്മൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് വിചാരിച്ച പോലെയല്ല, ഭയങ്കര പ്രശ്നക്കാരനാ, നീ പറഞ്ഞതൊന്നുമല്ല അയാൾക്കുള്ള കുഴപ്പം, അയാൾ കള്ളുകൂടിയനാണല്ലോ, അത് നീ അറിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ പെണ്ണ് പറയാം, കള്ളുകുടിയാ എന്റെ ഭർത്താവാ, ഒരു സിഗരറ്റ് പോലും ചുണ്ടിൽ വെക്കാത്ത മനുഷ്യനാ പറഞ്ഞു. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഭർത്താവ് തെരുവിൽ വേണ്ടാത്ത ബന്ധം എന്തോ, അയ്യോ അന്യ പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ജാതിയ, അതൊന്നുമല്ല പ്രശ്നം. മൂന്നാമത് ഞങ്ങൾ പറഞ്ഞു, എന്തോ തെമ്മാടിത്തരം, ക്രിമിനൽ സ്വഭാവം, കേസ്, പ്രശ്നം, അയ്യോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല, കോഴിനിറക്കുന്നിടത്ത് പോലും മനുഷ്യനെ കാണൂല. നാലാമത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഭർത്താവ് മോഷണമൊക്കെ നടത്തിയിട്ട് ജീവിക്കുന്നത് കൊണ്ടായിരിക്കൂലേ പലപ്പോഴും ജോലിക്ക് പോകാത്തത്, അന്യന്റെ മുതലൊന്നും ആഗ്രഹിക്കൂല, അതും നിങ്ങൾ പറയണ്ട, വാപ്പ കൊടുക്കാന്ന് പറഞ്ഞ സ്വത്ത് പോലും ഇതുവരെ ചോദിക്കാത്ത മനുഷ്യനാ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ആ സ്ത്രീയോട്, മദ്യപിക്കുന്നത് പോയിട്ട് ഒരു സിഗരറ്റ് പോലും ചുണ്ടിൽ വെക്കാത്ത, അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കാത്ത, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, അന്യന്റെ സ്വത്ത് ആഗ്രഹിക്കാത്ത പരമസാത്വികനായ ഭർത്താവിനെയാണോ നീ വേണ്ടാന്ന് വെക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീയുടെ ഡയലോഗ് എന്റെ മനസ്സിൽ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. ആ സ്ത്രീ പറഞ്ഞു, അങ്ങനെയൊക്കെ ഓർക്ക് ഗുണമുള്ളത് ആരാ ആലോചിച്ചിന്? കണ്ടോ,
അവനവന്റെ മുന്നിലുള്ള ഭർത്താവിന്റെ നല്ല ഗുണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാണ്ട് നിൽക്കുക, അവനവന്റെ മുന്നിലുള്ള ഭാര്യയെക്കുറിച്ച് നല്ലത് ചിന്തിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? എന്തെങ്കിലും നല്ലത് കണ്ടാൽ അതെടുത്തങ്ങ് പറഞ്ഞേക്കണം, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേക്കണം. എന്ന് എന്റെ വീട്ടിലുണ്ടാക്കിയ കറി വലിയ നല്ല രസമുള്ള കറി ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ പറഞ്ഞു നല്ല കറിയാ കേട്ടോ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നിങ്ങളെ സൈക്കോളജി ഒന്നും എന്റെ അടുത്ത് നടക്കൂല എന്നിട്ടൊരു പോക്കങ്ങ് പോയി. അത് പറഞ്ഞതാകാൻ പറയാത്തതാ, കാരണം ഇതൊക്കെ ലൈവായിട്ട് പലയിടത്തും എത്തുന്നുണ്ട്. എനിക്ക് എന്റെ വീട്ടിൽ തിരിച്ചു പോകേണ്ടതായി പരിപാടി കഴിഞ്ഞിട്ട്. എന്തു വന്നാലും നമ്മളങ്ങ് പറഞ്ഞേക്കുക. നന്മ കാണുന്നുണ്ടോ അതിനെ എടുത്ത് പറഞ്ഞേക്കുക, അതിനെ ഏറ്റെടുത്തേക്കുക. അങ്ങനെ ഒരു ഉൾക്കാഴ്ച, കുറ്റവും കുറവും കണ്ടിട്ട് ഇങ്ങനെ നിൽക്കണ്ട, എടുത്തു പറയുക. അത് മനസ്സിൽ വെക്കരുത്. പറഞ്ഞാൽ അവൾ മോശമായി പോകുന്നു വിചാരിക്കണ്ട, പറയുമ്പോൾ നമ്മൾ ചെറുതാവെന്ന് വിചാരിക്കണ്ട. നന്മ കണ്ടോ അതെടുത്തു പറഞ്ഞേക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ലക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊടുത്തു തുടങ്ങുക എന്നുള്ളതാണ്. വലിയ സമ്മാനമൊന്നും വേണ്ട, വലിയ സമ്മാനമൊന്നും വേണ്ട. ഗൾഫുകാര് അങ്ങന്ന് വരുമ്പോ ഞാൻ പ്രവാസികളായ ആളുകളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എപ്പോഴാ? നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് എയർപോർട്ടിൽ നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നിങ്ങളെ ലഗേജൊക്കെ എടുത്തിട്ട് ട്രോളിയിൽ വെച്ചിട്ട് നിങ്ങൾ ആ എയർപോർട്ടിന്റെ താഴെ ചെരിഞ്ഞ പ്രതലത്തിലൂടെ ഈ ട്രോളി ഉന്തിയിട്ട് ഇറങ്ങുമ്പം ഇന്നോവയിൽ വന്നിട്ട് നിങ്ങൾ ആൾക്കാർ നിന്നിങ്ങനെ ആഹാന്ന് പറയുന്ന രംഗമില്ലേ, മനോഹരമായ ചിത്രം. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഈ പെട്ടി അങ്ങ് പൊട്ടിക്കഴിയലോടുകൂടി തീർന്നു. ഇനി പിന്നെ ഇങ്ങോട്ടും ഇല്ല. ചില പെട്ടികൾ കുഴപ്പത്തിന്റെ പെട്ടികളായി മാറും. ഇത് പൊട്ടിച്ചതാ പ്രശ്നം, കിട്ടിയില്ല, ആയില്ല, കൊടുത്തില്ല, വന്നില്ല, എന്ത് ചെയ്യും, അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയുന്ന ഒട്ടനവധി ഇഷ്യൂസ് ഉണ്ട്. ഈ പെട്ടിയിലൊന്നും അല്ല കാര്യം. ഒരു 5 ഉറുപ്പ്യന്റെ മഞ്ചു വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന ഭർത്താവ് സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് 3 കഷ്ണമാക്കിയിട്ട് ഒരു കഷ്ണം ഭാര്യയ്ക്കും ഒരു കഷ്ണം കുഞ്ഞിനും കൊടുത്ത് ഊഷ്മളമായി ജീവിക്കുന്ന അന്തരീക്ഷമുണ്ടോ? റോട്ടിൽ ഷെഡ് കെട്ടിയിട്ട് റോഡിന്റെ പണിക്ക് നിൽക്കുന്ന നമ്മുടെ ഇവിടുത്തെ പ്രവാസികളില്ലേ, ആന്ധ്രയിൽ നിന്നും അങ്ങനൊക്കെ വരുന്ന, അവരുടെ കുടുംബ ജീവിതത്തിൽ ബെഡില്ല, ബെഡ്റൂമില്ല, ബാത്റൂമില്ല, സെപ്പറേഷൻ ഇല്ല, ഒന്നുമില്ലാത്തവരുടെ കുടുംബ ജീവിതത്തിലുള്ള സന്തോഷം പോലും പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് എന്താ? ഊഷ്മളമായ കൊടുക്കൽ വാങ്ങലില്ല. ഭർത്താവ് കയറി വരുന്ന സമയത്ത് ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. അതിൽ നിന്ന് ഒരു അപ്പം എടുത്തിട്ട് 2 കഷ്ണാക്കിയിട്ട് ഭർത്താവിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന ഭാര്യ, 1 മിനിറ്റേ വേണ്ടൂ എന്നിട്ട് പറഞ്ഞു, നല്ല നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ കേട്ടോ എന്ന് പറയുന്നൊരു ഭാര്യ. ഊഷ്മളമായ കൊടുക്കൽ വാങ്ങൽ, കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ. സമ്മാനങ്ങളുടെ അർത്ഥം എന്താണ്? ഞാൻ നിന്നെ ഓർമ്മിക്കുന്നു, ഞാൻ നിന്നെ പരിഗണിക്കുന്നു. ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വേണ്ട മെസ്സേജ് അതാണ്, ഞാൻ നിന്നെ ഓർമ്മിക്കുന്നു, ഞാൻ നിന്നെ പരിഗണിക്കുന്നു. സ്നേഹത്തിന്റെ 4ാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞ് സ്പർശനമാണ്. തൊടുക. നിങ്ങൾ സ്പർശിക്കണം, തൊടണം, അടുത്ത് നിൽക്കണം. അതാണ് നമ്മൾ നേരത്തെ ഇവിടെ കാണിച്ചത്. KSRTC ബസ്സിൽ കയറി ഭാര്യയും ഭർത്താവും, ആണ് പിറകിലൂട്ട കയറി, പെണ്ണ് മുന്നിലൂട്ട കയറി. പെണ്ണെന്ത് ചെയ്തു? ഒരു ജനറൽ സീറ്റിലിരുന്നു. എന്തിനാ? ഈ 1 മണിക്കൂറിന്റെ യാത്രയിലെങ്കിലും എന്റെ ഭർത്താവിനെ അടുത്ത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഭർത്താവ് അപ്പുറത്തെ സീറ്റിൽ വേറെ പോയിരുന്നു, പെണ്ണിന്റെ അടുത്ത് വേറെ ആള് പോയിരുന്നു. ഇരിക്കൂലേ ജനറൽ സീറ്റിലിരുന്ന പെണ്ണിന്റെ അടുത്ത്? അപ്പൊ കിട്ടുന്ന ചാൻസിൽ ഒന്നടുത്തിരിക്കാനും പരസ്പരം സ്പർശിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ വെക്കുക. അത് 60 വയസ്സായാലും 70 വയസ്സായാലും ഒക്കെ ജീവിതത്തിൽ പരസ്പരം കൈപിടിച്ചു നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന, താങ്ങി നിൽക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. 5ാമത്തത് ഫീലിങ്ങുകളെ മനസ്സിലാക്കുക. അതൊരു വലിയ സംഗതിയാണ്. പല ദാമ്പത്യ ജീവിതത്തിലെയും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫീലിങ്ങുകളെ മനസ്സിലാക്കൂല എന്നാണ്. ഭർത്താവ് ടെൻഷൻ അടിച്ചിട്ട് വരിക. കാരണം എന്താ? ATMന്റെ മുന്നിൽ പോയി നിന്നു, കാശ് കിട്ടിയില്ല. ബാങ്കിൽ പോയി നിന്നു, കാശ് കിട്ടിയില്ല. ആകെ കയ്യിൽ 2000ന്റെ നോട്ട്, അത് ചില്ലറയായി കിട്ടിയില്ല. കാര്യങ്ങളൊന്നും നടന്നില്ല. ബോറടിച്ച് ടെൻഷൻ അടിച്ചിട്ട് വീട്ടിലേക്ക് വന്ന മുഖം വല്ലാണ്ടായി നിൽക്കുമ്പോൾ ഭാര്യ പറയും, ഇതെനിക്ക് വിധി തന്നെയല്ലേ, എന്ത് ചെയ്യാനാ, ഇങ്ങനത്തെ ഒരു മനുഷ്യനല്ലേ എനിക്ക് കിട്ടിയേ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്തു പറ്റി, നിങ്ങൾക്കൊരു വല്ലായ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഒരു ഭാര്യ ണ്ടോ? അങ്ങനെയാണല്ലോ വേണ്ടത്. നബുവത്ത് കിട്ടി പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ പ്രവാചകരുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ് അവിടുന്ന് നോക്കുന്നത്, പരിചരിക്കുന്നത്, പുതച്ചു കൊടുക്കുന്നത്. എന്തോ വ്യത്യാസം തോന്നിയപ്പോ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചിട്ട് ഭർത്താവിനെ സാന്ത്വനപ്പെടുത്താനും കൂടെ നിൽക്കാനും തയ്യാറാകുന്ന ഭാര്യയുണ്ടോ? കച്ചവടം പൊട്ടിപ്പൊളിഞ്ഞു നിന്ന
ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു. അപ്പൊ ഭർത്താവ് പറയാ, അവളോട് പറഞ്ഞാല് അവളെല്ലാം കുളമാക്കും. അങ്ങനെയുള്ളൊരു ഭാര്യയല്ല വേണ്ടത്. കച്ചവടം പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു താങ്ങായി നിൽക്കുന്ന ആ ഭാര്യയുടെ ഭർത്താവിന്റെ ഫീലിംഗ് ഏറ്റെടുക്കാൻ കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ ഉണ്ടാകണം, തിരിച്ചും ഉണ്ടാകണം. അല്ലാണ്ട് സങ്കടമായി നിൽക്കുന്ന ഭാര്യയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വന്ന് കയറിയ ഉടനെ ഞാൻ പറഞ്ഞില്ലേ, മുഖം വീർപ്പിച്ചു കാണുന്നുണ്ടെങ്കിൽ എന്തു പറ്റി എന്ന് ചോദിക്കുന്ന മാനസികാവസ്ഥ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല, നമ്മുടെ ജീവിതം സ്നേഹത്തിന്റെ കൊടുക്കൽ വാങ്ങലുള്ള ജീവിതമാകും. ജീവിത അവസാനം വരെ നമുക്ക് സന്തോഷമുണ്ടാവും. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ല? എന്തോ ഒരു ലക്ഷണം കാണുന്നു ഞാൻ. നിങ്ങളെല്ലാവരും എണീറ്റ് നിന്നിട്ട് 3 പണികൾ നിങ്ങൾ ചെയ്യണം. 3 പണികൾ ഒരുമിച്ച് ചെയ്യണം. 1, നിങ്ങളെ വായ ഉപയോഗിക്കണം, നിങ്ങളെ ഇടത്ത് കൈ ഉപയോഗിക്കണം, വലത്ത് കൈ ഉപയോഗിക്കണം. ഇടത്ത് കൈ ഉപയോഗിക്കേണ്ടത്, ഇടത്ത് കൈയും വലത്ത് കൈയും ഉപയോഗിക്കേണ്ടത് എന്തിനാന്ന് പറഞ്ഞാല്, നിങ്ങളെ വലത് കൈ കൊണ്ട് നിങ്ങളുടെ തല ഇങ്ങനെ റൗണ്ടിൽ തടകണം, ഫുള്ള് തടകണം. എണീറ്റ് നിന്നിട്ടാ ചെയ്യേണ്ട, ആയിട്ടില്ല, ഞാൻ പറയും. ഇടത് കൈകൊണ്ട് വയറ്റത്ത് വിശപ്പിന്റെ അടയാളം കാണിക്കുന്ന മാതിരി ഇങ്ങനെ അടിക്കണം. അത് ചെയ്തുകൊണ്ട് നിങ്ങളൊരു 10 സ്വലാത്തും ചൊല്ലണം. കണ്ടോ, വലിയ പണിയാണ് ഞാൻ തരാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് എണീറ്റിട്ട് ചെയ്താട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്റ്റേജിലുള്ളവർക്ക് ബാധകമല്ല കേട്ടോ, നിങ്ങൾ ആദ്യം കയറി പറ്റിയവരാ. വലത് കൈകൊണ്ട് എണീക്കാൻ പറ്റുന്നവരെ എണീക്കാവുള്ളൂ, അല്ലാത്തവർ ഇരിക്കണം, സുഖമായിരിക്കണം. എന്നിട്ട് വലത് കൈകൊണ്ട് തല ഇങ്ങനെ തടകുക, ഇടത് കൈകൊണ്ട് കൈ വയറിങ്ങനെ അടിക്കുക, എന്നിട്ടൊരു 10 സ്വലാത്തും ചൊല്ലുക. എല്ലാം ഒന്നിച്ച് നടക്കുമെന്ന് നോക്കിയാട്ടെ നിങ്ങൾക്ക്. ചിലർ സലാത്ത് ചൊല്ലുന്നു, ചിലർ കൈ വയറ്റത്തടിക്കുന്നു, ചിലർ എല്ലാം ചെയ്യുന്നു. ആയിക്കഴിഞ്ഞാൽ ഇരുന്നുള്ളൂ നിങ്ങൾ. അൽഹംദുലില്ലാഹ്. അത്രയേ വേണ്ടു 10 സലാത്തിന്റെ സമയം. സലാത്തും നടന്നു, ഒന്നെണീക്കലുമായി, കയ്യും നനങ്ങി, കാലുകൊണ്ട്. ഒരു വലിയ ഫിലോസഫി നമ്മൾ പഠിച്ചു. ചിലർക്ക് ഇടതും വലതും എല്ലാവർക്കും ഒരേപോലെ. ചിലർ വയറ് ഉഷാറായി തടകുന്നു, തലയും തടകുന്നു. മുന്നിന്ന് കാണുന്ന കാഴ്ച കേട്ടെ നിങ്ങൾ, എന്ത് രസമുണ്ട് കാണാൻ. ചെയ്യാൻ കഴിയില്ല, അത് ചിലർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾക്ക് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം തലച്ചോറിന്റെ ഒരു ഘടന അങ്ങനെയാണ്. ഞാൻ എന്റെ പറഞ്ഞ കാര്യത്തിലേക്ക് പോകൂ. ഇങ്ങനെയൊക്കെ ഊഷ്മളമായി ജീവിക്കുന്ന വീട്ടിന്റെ അകത്ത് 2 പ്രശ്നങ്ങൾ കയറി വരാം. അത് രണ്ടും ലഘുവായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് പറയാനുള്ള ക്ലാസിന്റെ ഏതാണ്ട് ഒരു രൂപമായി. 2 പ്രശ്നങ്ങൾ കയറി വരാം. ഒന്ന്, ഈ മീഡിയകളൊക്കെ സൃഷ്ടിക്കുന്ന നിലക്കുള്ള തോന്നലുകളാണ്. ഇപ്പൊ ടിവിയിലൊക്കെ സ്ഥിരമായി കാണുമ്പോൾ, വാട്സപ്പിലൊക്കെ സ്ഥിരമായി കാണുമ്പോൾ ചില തോന്നലുകൾ വരും. അത് ഊഹങ്ങളാകും, സംശയങ്ങളാകും. എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണോ നടക്കുന്നത്? എന്റെ ഭർത്താവിനും അങ്ങനെ തന്നെയാണോ പടച്ചോനെ പണി? ഇപ്പം രാത്രി ഭക്ഷണം കഴിക്കുന്നിടത്ത് ഭർത്താവ് ഫോൺ വന്നു, ഉടനെ അതും എടുത്തിട്ട് പുറത്തേക്ക് പോയി വിചാരിച്ചോ. എന്തിനാ? റേഞ്ച് കിട്ടാൻ. അങ്ങനെ കഫീല് വിളിക്കുക, ഇത് മുറിഞ്ഞു പോയ ഇടങ്ങേറാന്ന് വിചാരിച്ചിട്ടാ മുമ്പം പോയത്. ഭാര്യ വിചാരിച്ചു, പഠിച്ചോനെ ഇതെന്താ ഒന്ന് പുറത്തു പോയത്, ഇടക്കിടക്ക് എന്തെല്ലോ ഇങ്ങനത്തെ തുടങ്ങിയിട്ടുണ്ട്, ആ ഇടങ്ങേറായി. ഇവളെന്ത് ചെയ്തു എന്നറിയോ? ചോറും പാതി വെച്ചിട്ട് പോയിട്ട് മക്കളോട് വാട് ഉറങ്ങാലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അങ്ങ് വീണു ബെഡിന്റെ മേലെ. 10 മിനിറ്റിന്റെ കോള് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ ഒരു പൂരപ്പറമ്പ് പോലെയുണ്ട്. ഡൈനിങ് ടേബിള് അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് പാതി വെച്ചിട്ട് ഇത് പോയി വീണ് കിടക്കുന്നു. വിളിച്ചിട്ട് ഉരുട്ടിയിട്ടും പുരട്ടിയിട്ടും എണീക്കുന്നില്ല. എന്തൊരു കഷ്ടപ്പെടച്ചോനെ. ഇത് ഊഹത്തിന്റെ തുടക്കം. സൽക്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പം ഭാര്യ മിണ്ടുന്നില്ല. അപ്പൊ നമ്മൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? 4 ദിവസം അങ്ങനെ കിടക്കട്ടെ, ശല്യം ഒഴിവാകട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. ഉറങ്ങാൻ നേരത്തെ ചോദിക്കണം, ഇതിന്റെ മുഖത്തെന്താ ഒരു വല്ലായ്മ. ആരെങ്കിലും മുൻകൈയെടുക്കണം. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, ആരെങ്കിലും മുൻകൈയെടുക്കണം. ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, നിനക്കെന്ത് പറ്റി? സാധാരണ പോകായിട്ടാ പറയല്, ഇന്ന് നിന്നെ കൂട്ടിയിട്ട് പോയി. അതൊരു സ്കൂട്ടറിൽ ഇരുന്നിട്ട് പോയി. അത് രസമുള്ള യാത്രയല്ലേ, സ്കൂട്ടറിന്റെ മേലെ ഇരുന്നിട്ട് ഇങ്ങനെ പോവാ, എന്നിട്ട് തിരിച്ചിങ്ങ് വന്നില്ലേ. അപ്പൊ ഭാര്യ പറഞ്ഞു, കൂട്ടിയിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് വേറെ ആളെ മുഖത്തല്ലേ നിങ്ങളെ കണ്ണ്, നിങ്ങൾ എവിടെയാ നോക്കുന്നത്? ഞാൻ കണ്ടതല്ലേ ഭക്ഷണം കഴിക്കുമ്പോ. അപ്പൊ ഭർത്താവ് ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ ഞാനെവിടെയാ നോക്കിയത്? ആ ഭർത്താവ് പറഞ്ഞേ, അത് ഞാനാകെ ആ സ്കാഫ് കണ്ടിട്ട് നോക്കിപ്പോയതാ. ആ സ്കാഫ് നിനക്ക് നാളെ കണ്ണൂരിൽ നിന്ന് വാങ്ങിത്തരണം എന്നാ എന്റെ ആലോചന. ഞാൻ വിചാരിച്ചു നിങ്ങൾ അവിടെ തന്നെയാ നോക്കുന്നുണ്ടായി. കണ്ട, അതൊന്ന് സംസാരിക്കലോട് കൂടി തീർന്നില്ലേ? താങ്ങിപ്പിടിച്ചു നിൽക്കണോ? നിങ്ങൾക്കുള്ള തോന്നലുകൾ നിങ്ങൾ വെളിപ്പെടുത്തൂ. പല പ്രശ്നങ്ങളും ഉള്ളി പോലെയായിരിക്കും.
നമ്മൾ ഉള്ളി കണ്ടിട്ടില്ലേ? ഒരു കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയം തന്നെ നിയന്ത്രിക്കുന്ന സാധനമായിട്ട് നിന്നു ഉള്ളി നിങ്ങളെടുത്ത് നോക്കിയേ. അതിനെ നിങ്ങൾ തൊലിക്കുമ്പോ അതിന്റെ അകത്ത് വേറൊരു തോല്, പിന്നെയും തൊലിച്ചു നോക്കുമ്പോൾ വേറൊരു തോല്, പിന്നെയും തൊലിച്ചു നോക്കുമ്പോൾ വേറൊരു തോല്, അവസാനത്തെ തോലും കൂടി പൊളിച്ചാൽ ഒന്നുമില്ല. പല പ്രശ്നങ്ങളും നിങ്ങൾ തോല് പൊളിക്കാത്ത പ്രശ്നമാണ്. അതുകൊണ്ടൊന്ന് തർക്കിച്ചാൽ തീരും, ഒന്ന് കരഞ്ഞാൽ തീരും, ഒന്ന് കെട്ടിപ്പിടിച്ച് പരസ്പരം ആലിംഗനം ചെയ്തിട്ട് മനസ്സിന്റെ ഭാരമിറക്കി വെച്ചാൽ തീരും. അതിനുള്ളൊരു അവസരം ഉണ്ടാക്കണ്ടേ? നിങ്ങൾ ഊഹിച്ചത് മനസ്സിൽ വെച്ചു നിന്നും. കണ്ണൂർ ജില്ലയിലെ 15 കിലോമീറ്റർ അപ്പുറത്ത് ഉണ്ടായ 10 കൊല്ലം മുമ്പ് ഞാൻ കൗൺസിലിംഗ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന ആദ്യത്തിലുണ്ടായ രസകരമായ ഒരു ദാമ്പത്യ പ്രശ്നം എന്റെ മുന്നിലേക്ക് വരിക. ഭർത്താവിന്റെ ജോലി മുംബൈയിൽ, മൊബൈലൊന്നും വ്യാപകമായിട്ടില്ല, ലാൻഡ് ലൈനിലാണ് വിളിയും പരിപാടിയൊക്കെ. 3 മാസം കഴിയുമ്പം ഭർത്താവ് വരും. പക്ഷെ 3 കൊല്ലം കഴിഞ്ഞിട്ടും വരാത്ത ഭർത്താവിനെയും പരസ്പരം മിണ്ടാത്ത ഭാര്യയെയും പരസ്പരം കാണാത്ത മക്കളെയും ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. അന്ന് ആ പ്രശ്നം എന്റെ കുടുംബത്തിലെ ബഹുമാനനായ അബ്ദുൽ ബാരി ഉസ്താദ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാനത്തെ ദിവസം ഒരു ഉത്ബോധനത്തിന് അദ്ദേഹത്തെയും കൂട്ടിയിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട്. രംഗം അത്രയും നടന്ന സംഭവമാണെന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. സംഭവത്തിന്റെ തുടക്കം എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? മുംബൈയിൽ ചെറിയ പെട്ടിക്കട നടത്തുന്ന 38 വയസ്സുകാരനായ ഭർത്താവിനെ, 2 മക്കളുടെ വാപ്പയെ 32 വയസ്സുള്ള യുവതി കണ്ണൂരിൽ നിന്ന് വിളിച്ചു. എത്ര മണിക്കാ വിളിച്ചത്? 12:40, 45. ആ സമയത്ത് ഭർത്താവ് ലാൻഡ് ലൈനിൽ ഫോൺ എടുക്കുന്നതിന് പകരം ഒരു പെണ്ണിന്റെ ശബ്ദം, ഹലോ എന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ടപാട് തന്നെ പെണ്ണ് റിസീവർ താഴെ വെച്ചു. എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, പടച്ചോനെ എനിക്ക് ബേജാറാകുന്നു, അല്ലെങ്കിലും ബോംബെയിലാണ്, അവിടെ ഞാൻ ഫോണ് വിളിച്ചപ്പോ പെണ്ണാ എടുത്തത്, എനിക്കൊന്നും പറയാൻ പറ്റൂല. ഉമ്മ പറഞ്ഞു അത് വിട്ടുകൊടുക്കാൻ പറ്റൂല, നാളെ നമുക്ക് ഈ സമയത്ത് വിളിച്ചു നോക്കാം. ചില ഉമ്മമാര് എരുതിയിൽ എണ്ണ ഒഴിക്കും, വിട്ടുകൊടുക്കാൻ പാടില്ല, നാളെ ഈ സമയത്ത് നമുക്ക് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഭർത്താവുണ്ടോ പാവം ഇതെന്തെങ്കിലും അറിയുന്നു? ഭർത്താവ് ഒന്നും അറിയുന്നില്ല. ഭർത്താവ് രാത്രി കടന്നുറങ്ങി രാവിലെ 12:45 വീണ്ടും ഇവർ കറക്റ്റ് സമയത്തിന് വിളിച്ചപ്പോ അങ്ങേ തലക്ക് നിന്ന് ഹലോ എന്ന് പറയുന്ന പെണ്ണിന്റെ ശബ്ദം. എന്താ വിളിച്ചേന്ന് ചോദിച്ചു. ഈ പെണ്ണ് ഫോണ് താഴെയിട്ട് ജനങ്ങളോട് പ്രഖ്യാപിച്ചു അയാൾക്ക് അവിടെ ഒരു പെണ്ണുണ്ട്, ജീവിതം തന്നെ കുളമായി, നാട്ടുകാർ 2 ഗ്രൂപ്പായി, കുടുംബക്കാർ 2 ഗ്രൂപ്പായി. അങ്ങനെ ഉണ്ടാവുമല്ലോ, എന്തുണ്ടാവുമ്പോ രണ്ടിന്റെയും പക്ഷത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുമല്ലോ, എന്നിട്ട് പീടികയിലൊക്കെ ചർച്ച ചെയ്യല്ലോ. ചില നാട്ടിലൊക്കെ പീടികയിലുള്ളവർ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. രാവിലെ തന്നെ പീടികയിൽ കയറിയിട്ട് നീട്ടിട്ട് ഒരു സലാമുണ്ട്, അസ്സലാമലൈക്കോ, അപ്പൊ വലൈക്കും സലാം തുടങ്ങി അന്ന് ജീവിതത്തിൽ അവരുടെ വേറെ പരിപാടി. ഇതുള്ള ആളുകളുടെ എല്ലാ കാര്യത്തിലും തീരുമാനമൊക്കെ എടുത്ത് വൈകുന്നേരം വരെ 3-4 ചായയൊക്കെ കുടിച്ച് പിരിയുന്ന ഒരു ജനറേഷൻ പലയിടത്തുണ്ട്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ. കണ്ടോ, ഇവർ പരസ്പരം 2 ഗ്രൂപ്പായി നിന്നു. 2 വർഷം കഴിഞ്ഞിട്ട് ഈ കേസ് പ്രോസസ് ചെയ്തപ്പോ ഞങ്ങൾ കരഞ്ഞുപോയി എന്ന്. എന്താ കാര്യം എന്നറിയാവോ? പാവം 2 കൊല്ലം 730 ദിവസക്കാലം ഭാര്യയും ഭർത്താവും പരസ്പരം മിണ്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. മക്കള് ഉമ്മാനെയും വാപ്പാനെയും ഒരുമിച്ച് കണ്ടിട്ടില്ല. നരകം പോലെ ജീവിച്ചു. ഊഹത്തിന്റെ പ്രശ്നം. എവിടെയാ തുടക്കം? ഫോണ് വിളിച്ചപ്പോ അങ്ങേ തലക്കുള്ള പെണ്ണ് ഏതായിരുന്നു എന്നറില്ലേ? ഈ ആള് ഈ അടുത്ത കാലത്ത് വഴതൊക്കെ കേട്ടിട്ട് നിസ്കാരമൊക്കെ സമയത്തിന് ചെയ്യാൻ തുടങ്ങി. ളുഹർ ബാങ്ക് കൊടുക്കുമ്പം ഈ ചെറിയ ഒരു ഷട്ടർ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ വലിയ പീഡിയക്കാരനോട് പറഞ്ഞു, ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കണേ, ഫോണ് വിളിച്ച് അറ്റൻഡ് ചെയ്യണേ, ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. കണ്ടോ, ആ മനുഷ്യൻ പള്ളിയിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ വന്ന ഫോണ്. ഇപ്പുറത്തെ പീടികയിലെ ബോസ് പറഞ്ഞു സെയിൽസ് ഗേളിനോട്, അവന്റെ കസ്റ്റമർ ആരെങ്കിലും ആയിരിക്കും, നീ ഒന്ന് പോയിട്ട് എടുത്തേക്ക്. സെയിൽസ് ഗേൾ ഹലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് വെടി പൊട്ടിയില്ലേ? ഷഹാദത്ത് കലിമ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയാ. ഈ പെണ്ണ് മനസ്സിലുറപ്പിച്ചു, നാട്ടുകാരടുത്തും കുടുംബക്കാരടുത്തൊക്കെ നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞു. അതങ്ങനെ തന്നെ. എന്തൊരു കഷ്ട. പിന്നെ പിറ്റേ ദിവസം അങ്ങനെ തന്നെയാണ് ഉണ്ടായി. അതേ സമയത്ത് എന്നാൽ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കൂടെ, രാത്രി വിളിച്ചു നോക്കൂടെ, അത് ഉമ്മ അങ്ങനെ ഉപദേശിച്ചു നോക്കൂടെ? എന്തേ അങ്ങനെ ചെയ്തില്ല? ഊഹത്തിന്റെ തുടക്കം ചെറിയ ചെറിയ ലക്ഷണത്തിലാ. അതുകൊണ്ട് നമ്മൾ ഊഹമില്ലാത്തതിനെ വിട്ടിട്ട്, നമ്മൾക്ക് ഊഹത്തിനെ വിട്ടിട്ട് ഊഹമില്ലാത്തതിലേക്ക് പോകാനുള്ള മനസ്സ്, അത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവൂല എന്ന് വിചാരിക്കണം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ ഒരു ഉമ്മ ഇപ്പോഴൊരു മാനസിക രോഗാവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയാവോ? മോന്റെ കല്യാണം ഉറപ്പിച്ചു, എന്നിട്ട്
മകൻ പുറത്തേക്ക് പോയി. ആരോ ഒരു ഇത്തിരി ഇറ്റിച്ചു കൊടുത്തു. എന്താ ഉറ്റിച്ചു കൊടുത്തത്? ആ പെണ്ണിന് വേറെ എന്തോ വലിയ പ്രേമോ പരിപാടിയോ എന്തോ എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഉമ്മ ചിന്തിച്ചത്, പെട്ടെന്ന് ഉമ്മാന്റെ ചിന്ത, ഉമ്മ കണ്ടുവച്ച പെണ്ണ്, ഉമ്മക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ്, ഉമ്മ കെട്ടണം എന്ന് പറഞ്ഞ് ആണിനോട് നിർബന്ധിച്ച പെണ്ണിനെ കുറിച്ചുള്ള ഒരു തോന്നൽ. ആ തോന്നലിന് തെളിവൊന്നുമില്ല. ഈ ഉമ്മക്ക് ആദിയായി ഉറക്കില്ലാണ്ടായി. ഉമ്മ ഇപ്പോഴൊരു മാനസിക വിഭ്രാന്തിയിൽ നിൽക്കുന്നത് എനിക്ക് കൃത്യമായിട്ടറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ടതും കേട്ടതും പറയുന്ന ഒരവസ്ഥയുണ്ടാകരുത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിലെ മനോഹരമായ ഒരു വചനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്തേക്ക് ഒരാളൊരു വാർത്തയുമായി വന്നാൽ അങ്ങനത്തെ വാർത്തയും കൊണ്ടുവരുന്നയാളെ ഖുർആൻ വിളിച്ചത് ഫാസിഖ് എന്നാണ്. ഫതബയ്യനു, നിങ്ങളങ്ങ് കേട്ട പാതി കേൾക്കാതെ പാതി വിശ്വസിക്കരുത്. ഫതബയ്യനു, നിങ്ങളതിന്റെ വിശദാംശങ്ങളെ അന്വേഷിക്കണം. അൻ തുസീബു ഖൗമൻ ബിജഹാല, അല്ലെങ്കിൽ ഒരു സമൂഹം ആകമാനം അന്ധതയിലായി പോകുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നുക, പഠിച്ചോനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക. ചില ആളുകളുടെ ദേഷ്യം മാത്രം മതി ഒരു കുടുംബത്തിനെ മുഴുവൻ കോളം കലക്കാൻ. ദേഷ്യം ഉപയോഗിച്ച് വീട് ഭരിക്കുന്ന ആളുകൾ. ചില സ്ത്രീകളുടെ മൂക്കത്ത് ശുണ്ടി, ചില ആണുങ്ങളുടെ മൂക്കത്ത് ശുണ്ടി, മക്കൾ ഇതിന്റെ അകത്ത് നിന്ന് എരിപരി കൊള്ളുക. കണ്ണൂർ ജില്ലയിൽ ഒരു വീട്ടിലേക്ക് വൈകുന്നേരം കയറി വന്നൊരു ഭർത്താവ് ചായ ഇങ്ങെടുക്കേന്നേ പറഞ്ഞിട്ടുള്ളൂ. അടുക്കളയിൽ നിന്ന് ഭാര്യ പറഞ്ഞു, അതിനിവിടെ വിറകുണ്ടായിട്ട് വേണ്ടേ? ഒരു ചോദ്യം, ഇങ്ങോട്ടൊരു ചോദ്യം, വീണ്ടൊരു ചോദ്യം, അങ്ങോട്ടൊരു ചോദ്യം, പരസ്പരം ഏറ്റുമുട്ടൽ. അതിനിവിടെ വിറകുണ്ടായിട്ട് വേണ്ടേ? ഭർത്താവ് സങ്കടപ്പെട്ട് വരിക എന്നാലോചിച്ചില്ല, ക്ഷീണിച്ചു വരിക എന്നാലോചിച്ചിട്ടില്ല. ഒരു മിസൈൽ പോലെ അങ്ങോട്ട് കൊടുത്തു, അതിനിവിടെ വിറകുണ്ടായിട്ട് വേണ്ടേ? ഭാര്യ എന്ത് ചെയ്തു എന്നറിയോ? ഭർത്താവ് എന്ത് ചെയ്തെന്നറിയോ? അടുക്കള ഭാഗത്തേക്ക് ചെന്നിട്ട് മഴു കയ്യിലെടുത്തു. എന്തിനാ? ഭാര്യയെ കൊല്ലാനല്ല. നേരെ വന്നിട്ട് വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ നിന്ന് ഫ്രണ്ടിലത്തെ ഡോറ് കൊത്തി കീറി വലിച്ചങ്ങ് അടുക്കളയിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നാ നീ ചായ ഉണ്ടാക്കുക. അത്രയും പ്രവർത്തനം ചെയ്യലോടുകൂടി അയാളുടെ ദേഷ്യം തണുത്തു. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഇസ്ലാം പറഞ്ഞ കാര്യമുണ്ട്. ഒന്ന് എണീക്കുക, ഒന്നിരിക്കുക, ഒന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാ. ഒന്ന് വുളൂ ചെയ്യാൻ പോവുക. നിങ്ങളൊന്ന് ചലിക്കുമ്പം, നിങ്ങളുടെ സെൻസ് ഓർഗൻസിൽ നിങ്ങൾ വെള്ളം ഇടുമ്പം നിങ്ങൾ തണുക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു വിദ്യ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പം ന്യൂസ് പേപ്പർ കുറച്ച് മുറിച്ചിട്ട് ദേഷ്യക്കാരി വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് അവിടെ എടുത്തിട്ട് അതിനെ 4-5 എണ്ണം കശക്കിയിട്ട് വേസ്റ്റിലേക്ക് ഇടുക. നിങ്ങളുടെ ദേഷ്യം അങ്ങ് പോകും. ഈ ഭർത്താവിന്റെ ദേഷ്യം അങ്ങ് തീർന്നു. കാരണം ഡോറ് തല്ലി പൊളിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവർ രണ്ടാളെ പ്രശ്നം ഒന്നായി. കാരണം ഈ വീട്ടിൽ നിന്ന് എങ്ങനെ കിടന്നുറങ്ങും? 19,000 രൂപയുടെ ഡോറ് ഒരൊറ്റ ദേഷ്യത്തിൽ അഗ്നിയായി തീർന്നു. പല വീട്ടിലും ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഭാര്യയും ഭർത്താവുമുണ്ട്. ഞാൻ പറയുന്നത്, ദേഷ്യമുള്ളയാള് രോഗിയാണ്. രോഗിയായ സമയത്ത് ഒരിക്കലും അയാളുടെ കൂടെ മറ്റൊരാൾ രോഗിയാകാൻ പാടില്ല. രണ്ടാമത്തെ ഒരാളും ദേഷ്യക്കാരനാകാൻ പാടില്ല. ഒരു രോഗിന്റെ സ്ഥലത്ത് രണ്ടാമത്തെ ഒരാൾ ഡോക്ടറായി നിൽക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. സംശയത്തെ ഒഴിവാക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കുക. അവസാനം എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പറയാനുള്ള ഒരൊറ്റൊരാശയം എന്ന് പറയുന്നത്, ദാമ്പത്യത്തിലെ വലിയ പ്രതീക്ഷകളെ നിങ്ങൾ ഒഴിവാക്കുക. ചില ആളുകളൊക്കെ വലിയ വലിയ പ്രതീക്ഷകൾ, പൈസ ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്ന എത്രയാ ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉള്ളത് കൊണ്ട് ഉജ്ജ്വലമായി ജീവിക്കാൻ ഭാര്യയും ഭർത്താവും പരിശീലിക്കണം. വലിയ പ്രതീക്ഷകൾ ഒഴിവാക്കണം. നമ്മൾ ഈ തെർലായിലെ മുഴുവൻ ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഏകദേശം വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ പ്രദേശത്ത് പെണ്ണ് കണ്ടുറപ്പിച്ചാൽ എന്താ കൊടുക്കല്? എന്താ കൊടുക്കുക സാധാരണ? പെണ്ണ് കണ്ടുറപ്പിച്ചാൽ ചുരിദാർ കൊടുക്കും, മിഠായി കൊടുക്കും, ചിലര് മൊബൈൽ കൊടുക്കും. എന്നിട്ട് 1000 ഉറുപ്പിന്റെ, ഇപ്പൊ 1000 അല്ല 2000, ഒറ്റ നോട്ട് പൊളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 2000ന്റെ റീചാർജ് കൂപ്പണും കൊടുക്കും. എന്നിട്ട് പെണ്ണ് ആണിനോട് ഇങ്ങനെ വിളിച്ചിട്ടൊരു സെറ്റാകണം എന്നാണ് നിയമം. കാരണവന്മാരൊക്കെ അതിന് സമ്മതിക്കും. ആയിക്കോട്ടെ, അവരമ്മലൊന്ന് വിളിച്ച് സെറ്റായിക്കോട്ടെ. അതിന്റെ മതപരമായ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിക്കാഹിന് മുമ്പ് ഒരാണും പെണ്ണും ഊഷ്മളമായി തുറന്ന് സംസാരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പം ഇതിന്റെ ബേസ്മെന്റിൽ തന്നെ പ്രശ്നങ്ങളുണ്ടല്ലോ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതേക്കുറിച്ച് പറയണത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു. ഞാനതിന്റെ ഒരു മനഃശാസ്ത്രവും സാമൂഹികവുമായ പ്രശ്നത്തിലേക്ക് വരുന്നു. എന്താണെന്നറിയാവോ? ഇങ്ങനെ ഒരവസ്ഥ നമ്മുടെ മനസ്സിലുണ്ട്. പെണ്ണ്
ഈ 6 മാസത്തിന്റെ നിക്കാഹിന് മുമ്പ് ആണിനോട് പറയുന്ന വർത്താനമൊക്കെ ഫലൂദ പോലത്തെ വർത്താനായിരിക്കും. ഒരിക്കലും അവള് യഥാർത്ഥ സ്വഭാവം പുറത്തുവിടൂല. ആണ് ഐസ്ക്രീം പോലത്തെ വർത്താനം ഇങ്ങോട്ടും പറയും. അപ്പൊ രണ്ടാളും വിചാരിക്കും അൽഹംദുലില്ലാ അവരുടെ ജീവിതം ഐസ്ക്രീമും പാലും ചേർന്നാൽ, അല്ലെ ഐസ്ക്രീമും ഫലൂദയും ചേർന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. നിക്കാഹൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നുപോയാൽ പെണ്ണിന്റെ തനി സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി, ആണിന്റെതും പുറത്തു വരാൻ തുടങ്ങി. അപ്പൊ ചിന്തിക്കും, പഠിച്ചോനെ പിടിച്ച കൊമ്പ് മോശമായോ. എന്നിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളടുത്ത് വന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് 3 മാസമായിട്ടുള്ള ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഒന്നും ഒഴിവാക്കി തരണം എന്ന് പറയുന്ന എത്ര ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ദാമ്പത്യത്തിൽ വലിയ പ്രതീക്ഷകൾ കെട്ടിപ്പൊട്ടി നിൽക്കരുത്. ദാമ്പത്യം എന്ന് പറയുന്നത് അസ്വസ്ഥതകളെ ഏറ്റെടുക്കാനുള്ള മനസ്സാ. അതുണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. മറ്റൊന്ന്, പൈസ ഉള്ളവന്റെ വീട്ടിൽ ഭയങ്കര സന്തോഷമൊന്നും പൈസ ഇല്ലാത്തവന്റെ വീട്ടിൽ ഭയങ്കര സങ്കടവും നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു ഇന്നോവയിൽ യാത്ര ചെയ്യുന്ന, ഫോർച്യൂണറിൽ യാത്ര ചെയ്യുന്ന, എന്നാലും ആരുടെ പേര് MSW അല്ലല്ലോ, BMW യാത്ര ചെയ്യുന്ന ആണിനെയും പെണ്ണിനെയും നോക്കിയിട്ട് ഇപ്പുറത്തെ വീട്ടുകാരി പഠിച്ചവനെ ഒരു സ്കൂട്ടർ പോലും ഇല്ലല്ലോ ഈ വീട്ടിൽ നിന്ന് വെച്ചിട്ട് സങ്കടപ്പെടേണ്ട, 4 മാസമായിട്ട് പിണങ്ങിയിട്ട് നന്നായതായിരിക്കും ഇന്നത്തെ യാത്ര. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട, ആ വീട്ടിലെല്ലാ സൗഭാഗ്യമുണ്ട്. പൈസ ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം തരുന്നില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. ചില നാട്ടിൽ വീട്ടിൽ കൂടുതലുണ്ടായാൽ ചില വീട്ടിൽ കലഹവും ഉണ്ടാവും അത്രേ. ഭർത്താവിനോട് ഭാര്യ പറയാ, നോക്കി എന്തോ ഒരു നല്ല അടുക്കളയാ, ഇത് കബറ് പോലത്തെ ഒരു അടുക്കള ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, കെട്ടിയോനും സ്നേഹം വേണ്ടേ. അപ്പുറത്തെ വീട്ടിനെ നോക്കിയിട്ട് ഇപ്പുറത്തെ വീട്ടിനെ താരതമ്യം ചെയ്യാം. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ അക്ബർ ഒരു വര വരച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ വരയെ മയ്ക്കാതെ നിങ്ങൾക്കിതിനെ ചെറുതാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആളുകൾ ഇങ്ങനെ നിശബ്ദരായിരുന്നപ്പോ ബീർബൽ വന്നു. ബീർബൽ ചോക്കെടുത്തിട്ട് ആ വരന്റെ അടുത്ത് അതിലും വലിയൊരു വര വരച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ വരച്ചത് ചെറുത്, ഞാൻ വരച്ചത് വലുത്. നിങ്ങളുടെ നാട്ടിലൊരു സാധാരണ വീടുണ്ട്, നിങ്ങളെ വീട് കുഴപ്പമില്ല, നിങ്ങൾക്ക് 2 ബെഡ്റൂമുണ്ട്, അതിൽ സുഖമായി ജീവിച്ചു വരികയാണ് നിങ്ങൾ. അപ്പുറത്തെ വീട്ടിലെ 4 ബെഡ്റൂമുള്ള വീട് വരലോടുകൂടി, വലിയ പോർച്ചുള്ള വീട് വരലോടുകൂടി നിങ്ങളുടെ വീട് ചെറുതായി പോവുക. താരതമ്യം കൊണ്ട് നിങ്ങളുടെ കുടുംബം ചെറുതാകരുത്. കുടുംബത്തിന്റെ അകത്തെ സന്തോഷത്തെ എടുത്ത് കളയരുത്. നമുക്കുള്ളതുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനസ്സിൽ കൂരയായാലും ശരി അതിന്റെ അകത്ത് സന്തോഷം ഉണ്ടാകണം. ആ സന്തോഷത്തെ നമ്മൾ ഏറ്റുപിടിക്കണം, അതിനെ കൊണ്ട് നടക്കണം. നമ്മൾ ദൂരത്തിന്റെ ആളുകളാകാനും പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അമിതം ചെലവഴിക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മളുടെ ഒരു പുയ്യാപ്പള സൽക്കാരത്തിന് നമ്മളുടെ തീന്മേശയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട അപ്പത്തിന് ചില കണക്കുകളുണ്ട്, ചില കെട്ടുകൊണ്ടുപോകലിന് ചില കണക്കുകളുണ്ട്. ഒരു കുഞ്ഞ് ഉണ്ടായി തുടങ്ങുന്ന അന്നു മുതൽ തുടങ്ങുന്ന മാമൂലുകളുണ്ട്. അത് അറിയിച്ചു പോകുന്നതിന്റെ മാമൂല്, 7-ാം മാസത്തെ മാമൂല്, 7 നടന്നിട്ടില്ല 9ന്റെ മാമൂല്. ഈ അടുത്ത കാലത്ത് ഒരു കല്യാണ വീട്ടിൽ ഞാനിങ്ങനെ ചെന്നപ്പോ ഇങ്ങനെ നിൽക്കുക, എന്താ സംഗതി, പെണ്ണിനെ കൂട്ടാൻ വരുന്ന ആളെ കൂട്ടാൻ പോയിട്ടില്ല, അതിന്റെ ഇടങ്ങേറാ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുക. പെണ്ണിനെ കൂട്ടാൻ വരുന്ന, ഇല്ലേ, ചമയിക്കാൻ ഡ്രസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളെ കൂട്ടാൻ 2 ആളെ അങ്ങോട്ടേക്ക് അയക്കണമെന്ന് അങ്ങ് ഇങ്ങോട്ട് മെസ്സേജ് വന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള 2 കുട്ടികളെ കൂട്ടാൻ ഒരു കുട്ടികളെ ആദ്യം ഇങ്ങോട്ടേക്ക് അയക്കട്ടെ എന്ന് പറഞ്ഞു. ദേഷ്യം വന്നുപോയേ. മനുഷ്യന്മാരുണ്ടാക്കുന്ന ജാടകൾക്ക് വേണ്ടിയിട്ട് വെറുതെ പൈസ ചെലവഴിക്കുക. കണ്ടോ, കല്യാണത്തിന് മുമ്പും ശേഷവും ഒരുപാട് അനാവശ്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോവുക. അതൊക്കെ ചെയ്യൽ വലിയ സംഗതിയാണെന്നാ. എന്റെയൊക്കെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഈ പ്രസവിച്ച് കുഞ്ഞുണ്ടായ വീട്ടിലേക്ക്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ആണിന്റെ വീട്ടിലേക്ക് പെണ്ണിന്റെ ഉമ്മയും വാപ്പയും പോകുന്ന ആദ്യത്തെ സമയമുണ്ട്. അതില് കോഴിക്കോട് വലിയങ്ങാടിയിൽ പോണായിരുന്നു പണ്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ണൂരിൽ നേരെ കിട്ടാനുണ്ട് കോഴിക്കോടൻ ഹലുവ. അത് ഇത്ര പെട്ടി കൊണ്ടുവരണം, ഇത്ര കൊല കൊണ്ടുപോകണം, എന്നിട്ട് അതിങ്ങനെ കൊണ്ടുപോയിട്ട് നാട്ടിലൊക്കെ കൊടുക്കണം. എന്നിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയത് കഷ്ണം കഷ്ണാക്കിയിട്ട് ന്യൂസ് പേപ്പറിൽ പോന്നിട്ടാ കൊടുക്കുക. എന്നിട്ട് അതിലൊരു ഇതാപ്പൊ കൊടുത്തയച്ചിന് ഇതൊരു കൊണ്ടൊരു നന്മയും കിട്ടാത്തൊരവസ്ഥ. കൊടുക്കുന്നവർക്കാണെങ്കിലോ വലിയ ബാധ്യത. ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക, ആവശ്യമുള്ളതൊക്കെ അനാവശ്യമായതിനെ ഒഴിവാക്കാനുള്ള മനസ്സ് കുടുംബത്തിന്റെ അകത്തുണ്ടാകണം. നിങ്ങളുടെ കുടുംബം വേണമെങ്കിൽ ഉജ്ജ്വലമായ കുടുംബം, പണ്ഡിത പാരമ്പര്യമുള്ള ഒരു കുടുംബം നിങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കണം. എന്നിട്ട് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യണം.
കല്യാണത്തിന് നിശ്ചയം നടക്കാത്തതിന്റെ പേരിൽ മാക്കൂൽ ചാർത്ത് നടത്തണമെന്ന് ഞാൻ ഏതോ ഒരു വീട്ടിൽ ചെന്നപ്പോ എനിക്ക് വിസ്മയം തോന്നി. ഞാൻ ഈ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ മാക്കൂൽ ചാർത്തിനെ ഇങ്ങനെ കാണുകയാണ്. മാക്കൂൽ ചാർത്ത് എന്ന് പറയുന്ന ഒരു സംഗതി എന്താ? നിശ്ചയം നടന്നിട്ടില്ല, പുതിയാപ്പിളാരോട് പറഞ്ഞിട്ടില്ല, എല്ലാരോടും പറഞ്ഞിട്ടില്ല, കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്, നിക്കാഹിനാള് വന്നിട്ടുണ്ട്, ഖത്തീബ് നിൽക്കുന്നുണ്ട്, നാട്ടുമൂപ്പന്മാര് നിൽക്കുന്നുണ്ട്, മാക്കൂൽ ചാർത്ത് നടക്കാണ്ട് പുതിയാപ്പിള ഇറങ്ങാൻ പറ്റൂല. എന്താ മാക്കൂൽ ചാർത്ത് എന്ന് പറഞ്ഞാൽ വന്നയാളുടെ ഒരു കിടിലൻ ഡയലോഗ്, വന്നയാളോട് ഇവിടുത്തെ കാരണവരുടെ ഒരു കിടിലൻ ഡയലോഗ്, എന്തിനാ നിങ്ങൾ വന്നത്? അപ്പൊ വന്നയാളുടെ കൂട്ടത്തിലുണ്ട് മികച്ച അഭിനയിക്കാൻ പറ്റുന്നയാള്. നടന്മാരും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് ഞാനിതിനെ വ്യാഖ്യാനിച്ചു. ഞങ്ങൾ വെളിച്ചം കണ്ടിട്ട് വന്നതാ. അയ്യോ, ആ വെളിച്ചം കണ്ടെടുത്തൊക്കെ കയറി വരാൻ പറ്റുമോ? അടുത്ത ചോദ്യം. എന്നാലും നിങ്ങളെ മുഖത്തെന്തോ എഴുതി വെച്ചതുപോലെ ഉണ്ടല്ലോ, എന്തോ ഒരാവശ്യത്തിന് വന്ന പോലെ. എന്നാ പിന്നെ പറാടോ. അടുത്ത നടൻ പറഞ്ഞു, അത് ഒരാണിന് ഒരു പെണ്ണ് വേണം, ഒരു പെണ്ണിന് ഒരാണ് വേണമായിരുന്നു, അതിനന്വേഷിച്ചു. നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ ആണുണ്ട് എന്ന്? അടുത്തൊരാളുടെ ഡയലോഗ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വന്നതാ. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം ഒരുത്തന ഡ്രസ് ചെയ്ത് നിൽക്കുക ഇവൻ മതിയോ എന്നൊരു ചോദ്യം. എന്നിട്ട് കൊള്ളാലോ എന്ന് തീരുമാനം. എന്നാ പിന്നെ എന്താ കൊടുക്കുക? അതൊന്നും സഭയിൽ പറയണ്ട, അതെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞു. എന്നിട്ട് എന്നാ പിന്നെ നിക്കാഹ് എപ്പാ പറ്റുക നമ്മളൊന്ന് ആലോചിച്ച്. അപ്പൊ അതിനവിടെ നിൽക്കുന്നുണ്ട്, ഓരോട് ഇന്ന് പറ്റുക ഉസ്താദെ? ഉസ്താദെല്ലാം കൂടി നോക്കുന്ന പോലെ ഇലാക്കിയിട്ട് ഇന്ന് കുഴപ്പമില്ല, നല്ല ദിവസം. എന്തൊരവസ്ഥയാ പഠിച്ചോനെ. തെരുവ് നാടകലീനേക്കാളും ഏറ്റവും നല്ലതെന്ന് ഞാൻ ഉറച്ചു പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണോ വേണ്ടയോ എന്ന്, അതിനൊക്കെ മതപരമായ എന്തെങ്കിലും പിൻബലമുണ്ടെങ്കിൽ അതും പറയേണ്ടത് നിങ്ങളാണ്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പ്രബലമായ കുടുംബത്തിന്റെ വേദിയിൽ നിന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഏറ്റവും പ്രൗഢമായി നടക്കുന്ന നിക്കാഹ്. വേണ്ടാത്തരത്തിൽ ചുരുക്കി കൂട്ടിയിട്ട് തുടങ്ങിയ അവസാനം വരെ ജീവിതത്തിന് ഭാരമായിരിക്കും. നക്കഹ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം കയറു പിരിച്ചു ചേർന്നതുപോലെ എന്ന. പണം കൊണ്ട് പിരിച്ചു ചേർക്കാൻ പറ്റൂല, മനസ്സുകൊണ്ട് ചേർക്കണം. പൈസ ഉള്ളവന്റെ വീട്ടിലും ഇല്ലാത്തവന്റെ വീട്ടിലും വേദനകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. തിരിച്ചറിവാണ് ജീവിതത്തിൽ വേണ്ടത്. കാഴ്ചപ്പാടിനെ മാറ്റുകയാണ് വേണ്ടത്. 2 മിനിറ്റ് മാത്രമേ ഞാൻ ഇനി സെഷൻ എടുക്കും. നിങ്ങളുടെ കയ്യിൽ അറിയാം നിങ്ങളുടെ ഒരുപാട് പരിപാടി, ഭക്ഷണം ഏർപ്പാടുണ്ട്, എനിക്ക് വേണ്ടതുണ്ട്, എനിക്ക് വീട്ടിൽ നിന്നും പോകേണ്ടതുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, പൈസ കൈ ഉള്ളത് കൊണ്ട് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. കാഴ്ചപ്പാടിനെ മാറ്റണം, ദൃഷ്ടിയെ മാറ്റണം, ചിന്തയെ മാറ്റണം. നമ്മൾ വെച്ച കണ്ണടി മാറ്റി നോക്കിയാൽ നമ്മുടെ ലൈഫിൽ മാറ്റമുണ്ട്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞില്ലേ നിങ്ങൾ പെണ്ണ് കാണാൻ പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കയ്യിൽ കണ്ണട കരുതിക്കോ, കണ്ണടിയും കരുതിക്കോളൂ എന്ന് പറഞ്ഞു. എന്തിനാ കണ്ണട? നല്ലോണം നോക്കണം. ഈ പെണ്ണ് ഇഷ്ടമായോ, അമ്മ വന്നിട്ട് എന്ന് പറയണ്ട, കണ്ണാടി കരുതിക്കോളൂ. എന്തിനാ? ആ സമയത്ത് പെണ്ണിനെ പറയുമ്പോ കണ്ണാടി ഒന്ന് നീ നോക്കണം, അവനവൻ കുറവുകളിലേക്ക് നോക്കണം, അവന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ചിന്തിക്കണം. ഈ ഭർത്താവ് ടൂറ് പോയി, എന്നിട്ട് ഭാര്യ അപ്പുറത്തിൽ നിന്ന് പെണ്ണ് അലക്കിയെടുക്കാനിടും. ആ സമയത്ത് ഭാര്യ ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഇതെന്തൊരു പെണ്ണ, മര്യാദ കലക്കുന്നില്ല, മുഴുവൻ ചളി പുരണ്ടിട്ടാണല്ലോ ഈ വസ്ത്രം ഉണക്കാനിടുന്നതെന്ന് പറഞ്ഞു. ഭർത്താവ് ഞെട്ടിയണിച്ചു, ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം? ദേ നോക്കിയേ കണ്ണാടിന്റെ ഉള്ളിലൂടെ, അപ്പുറത്ത് അലക്കുന്ന പെണ്ണിന്റെ വസ്ത്രം അലക്കുന്ന വെടുപ്പ് നോക്കിയേ, എത്തൊരു വൃത്തികെട്ട പെണ്ണ, നിങ്ങളാണെങ്കിൽ സൈക്കോ എന്നൊക്കെ ചോദിച്ചപ്പോ ഭർത്താവിന് കാര്യം മനസ്സിലായി. ഭർത്താവ് വാഷ്റൂമിൽ പോയിട്ട് ഒരു തോർത്തെടുത്തിട്ട് തോർത്തിനെ ഒന്ന് നനച്ചിട്ട് ഈ ചില്ലൊന്ന് തുടച്ചു കൊടുത്തിട്ട് പെണ്ണിനോട് പറഞ്ഞ്, ഇപ്പൊ നോക്കിയേ, ഓ ഇപ്പൊ നല്ല വൃത്തിയായല്ലോ വസ്ത്രത്തിന്. പല പ്രശ്നവും നമ്മൾ ചില്ല് തുടക്കുന്നില്ല എന്നുള്ളതാ. നോക്കുന്ന ദൃഷ്ടിയെ മാറ്റുക. ചില്ലിനെ ഒന്ന് തുടക്കി നോക്കിയാൽ അവനവന്റെ വീട്ടിൽ വലിയ സന്തോഷം ഉണ്ടാവും. പണം സന്തോഷം തരില്ല. ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്ന മനസ്സുണ്ടെങ്കിൽ അത് ശരിയാവും. ഒന്നുകൂടി നിങ്ങൾ ഇവിടുന്ന് പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പറയാ. അതായത് കുടുംബ ബഡ്ജറ്റ് ഉണ്ടാകും. പ്രത്യേകിച്ച് ബാങ്കിൽ നിന്നൊന്നും പൈസ കിട്ടുന്നില്ല, ആകെ ഇത്രയേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് സങ്കടപ്പെടണ്ടെന്ന്, ജീവിതത്തിനെ നിയന്ത്രിച്ചാൽ പോരെ. ഓട്ടോറിക്ഷയിൽ പോകുന്നത് ബസ്സിലാക്കുക, ബസ്സിൽ പോകുന്നത് നടന്നിട്ടാക്കുക. വലിയ ഫീസ് കൊടുത്തിട്ട് കുട്ടികളെ വലിയ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയക്കുന്നുണ്ടെങ്കിൽ നാട്ടിലെ 1-ാം തരം സ്കൂളുണ്ട്, ആ സ്കൂളിൽ ട്രെയിനിങ് കിട്ടിയ ടീച്ചർമാര് പഠിപ്പിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് മാറ്റുക. ആഴ്ചക്ക് 3 ദിവസം ബിരിയാണിയാണെങ്കിൽ 1 ദിവസമാക്കി ചുരുക്കുക. 2 പേരും ചർച്ച ചെയ്യുക.
ഭർത്താവിന്റെ വരുമാനം എത്രയാണെന്ന് അറിയാത്ത സ്ത്രീകൾ ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞേക്കുക, എന്റെ വരുമാനം എത്ര? എന്റെ വരുമാനം എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. അത് എഴുതി വെക്കുക. എന്നിട്ട് ചെലവുകളെ ലിസ്റ്റ് ചെയ്യുക. ചെലവുകളുടെ നേരെ നിങ്ങൾ ചെലവാക്കുന്ന തുക ലിസ്റ്റ് ചെയ്യുക. എന്നിട്ടൊരു ചെറിയ തുക മിച്ചം വെക്കുക. അങ്ങനെ ജീവിതം തുടങ്ങുക. താഴെ രണ്ടാളും എഴുതി തീരുമാനിക്കുക. ഒന്നാം തരം കുടുംബ ബഡ്ജറ്റ് അതുണ്ടോ? എല്ലാവരുടെ വീട്ടിലും സന്തോഷം ഉണ്ടാവും. അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിൽ അങ്ങനെ അവൾ ഇങ്ങനെ എന്ന്. ആ 750 റുപ്യയുടെ ചുരിദാർ വാങ്ങിക്കൊടുത്തു ഒരു പെണ്ണിന് കല്യാണത്തിന്. 750 വലിയ കുഴപ്പമില്ലാത്തൊരു സാധനം കിട്ടും. അതും ധരിച്ചിട്ട് ഈ പെണ്ണ് പോയിട്ട് തിരിച്ചു വന്നപ്പോ സങ്കടമായി. കാരണം അവള് നോട്ടം മുഴുവനും 4500 ചുരിദാറിലേക്കായിപ്പോയി. എന്നാൽ 250 റുപ്യയുടെ മാക്സിമം ധരിച്ചിട്ട് വന്ന താത്ത വീട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങോട്ട് നോക്കിയില്ല. പ്രവാചകർ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ നിങ്ങൾ മുകളിലേക്ക് നോക്കല്ല, നിങ്ങൾ താഴേക്ക് നോക്കുമെന്ന് പഠിപ്പിച്ചില്ലേ? അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിലിരിക്കണം. രസകരമായ നിങ്ങളെ മനസ്സിനെ ദ്യോതിപ്പിക്കുന്ന ഒരൊറ്റ കഥ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. കഥ ഇങ്ങനെയാ. ഒരു ചെറുപ്പക്കാരൻ ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, നിങ്ങൾ വിചാരിച്ചാലേ എനിക്ക് സന്തോഷം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് ഗുരു പറഞ്ഞു, നിനക്ക് വീട്ടിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് പറയാന്ന് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു, ഒരു ബെഡ്റൂം, അത് മാത്രമേ ഉള്ളൂ. ഞാനും കുറെ മക്കളും അതിന്റെ അകത്ത് കിടന്നുറങ്ങുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ റിസപ്ഷനും ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും കടപ്പുറിയും ഒക്കെ. അതാണ് ഞങ്ങളുടെ സങ്കടം. സന്തോഷം ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഇതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. നമ്മളാണെങ്കിൽ അപ്പൊ തന്നെ പിരിവിടും. ഒന്നും പറഞ്ഞില്ല. ഗുരു ഞാൻ പറഞ്ഞ അനുസരിക്കണം എന്ന് പറഞ്ഞു. എന്താ വേണ്ടത്? നീ ഒരു ആട്ടിനെ വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് ആ ആട്ടിനെയും കൂടി ആ റൂമിൽ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞതുപോലെ ചെയ്തു. ആടിനെയും വാങ്ങിയിട്ട് പോയി ആട്ടിനെ കെട്ടി. ആട്ടിന്റെ കരച്ചില്, ഉറക്കം കുറഞ്ഞു, പ്രശ്നമായി. ഗുരുവിന്റെ അടുത്ത് 4 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതുപോലെ ചെയ്തു, പക്ഷെ സമാധാനം കിട്ടിയിട്ടില്ല. അപ്പൊ ഗുരു പറഞ്ഞു, തീരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പശുവിനെയും കൂടി വാങ്ങിയിട്ട് പോകണം, അതിനെയും കൂടി കെട്ടി നോക്ക്, ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എടുത്തേക്കാ മനുഷ്യ പോന്ന്? ഗുരു പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ പശുവായി, ആടായി, പശുവിന്റെ കുട്ടിയായി, ആട്ടിന്റെ കുട്ടിയായി, മക്കളായി, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടായി, അതിന്റെ അകത്തുനിന്ന് കിടന്നുറങ്ങാൻ പറ്റായി, കൊതുകായി, ഈച്ചയായി, മാരക രോഗങ്ങളായി. അങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് വീണ്ടും ഗുരുവിന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ജീവിതം നരകതുല്യമായിരിക്കുന്നു, രക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ ഗുരു പറഞ്ഞു, തീരെ സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പണി ചെയ്യ്, ആദ്യം വാങ്ങിയ ആട്ടിനെയും എന്റെ കുട്ടികളെയും ഒന്ന് ഒഴിവാക്ക്. അപ്പൊ ആൾക്ക് കുറച്ചൊരാശ്വാസം കിട്ടി. പിന്നെ ഗുരു പറഞ്ഞു, പശുവിനെയും കൂടി അങ്ങ് ഒഴിവാക്കുന്ന് പറഞ്ഞു. പശുവിനെ അങ്ങ് ഒഴിവാക്കിയ ദിവസം ആ വീട്ടിന്റെ ഒരൊറ്റ റൂമില്ലേ, അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ സ്മെല്ല് അടിച്ചിട്ട് ഭാര്യയും ഭർത്താവും സുഖമായി കിടന്നുറങ്ങി, മക്കളും കിടന്നുറങ്ങി. രാവിലെ പള്ളിയിൽ നിന്ന് സുബഹിക്ക് കഴിഞ്ഞ ഉടനെ ഗുരുവിന്റെ അടുത്തേക്ക് പോയിട്ട് ഈ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തൊരു സുഖം കിട്ടി ഇന്നലെ രാത്രി, ഇപ്പോഴാ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായത്? അപ്പൊ ഗുരു ചോദിച്ചു, നിന്റെ വീട് വലുതായോ, നിന്റെ ബെഡ്റൂം കൂടിയോ? ഇല്ല, ഇതുവരെ വരാത്ത മുസീബത്തുകളൊക്കെ വന്നിട്ട് പോയതിന്റെ സുഖ. അതുകൊണ്ട് അവനവന്റെ വീട്ടിലേക്ക് ഒന്ന് തിരിച്ചു പോയാ വീട് ചെറുതാകട്ടെ, അൽഹംദുലില്ലാഹ് എനിക്കതുണ്ട് എന്ന് വിചാരിച്ച് ഭാര്യയും കുഞ്ഞുങ്ങളും മക്കളും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള തീരുമാനമുണ്ടാകുകയും അതിന്റെ ഒരു ഉൾക്കാഴ്ച രൂപപ്പെടുകയും ചെയ്താൽ അത് വേറൊരാൾ പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല, പരസ്പരം ഇരുന്ന് മനസ്സിന്റെ ഏറ്റവ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടാകേണ്ട ചർച്ചയാണ്. അങ്ങനെ ഒരു ചർച്ചയുടെ തുടക്കമായി ഈ ഒരു സംഗമം മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ധാരാളം കുടുംബ സംഗമങ്ങളിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ നമ്മൾ കുറച്ച് അകന്നു പോയി എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഇവിടെയുള്ളൂ. വളരെ മനോഹരമായി സംഘാടകരനെ ആവിഷ്കരിച്ചിരിക്കുന്നു. കുട്ടികളെ കൊണ്ടുള്ള വലിയ ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. ഞാനൊരു വലിയ സമ്മേളനത്തിന്റെ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിന്റെ ഒരു ഫീല് എന്റെ മനസ്സിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നൊരു ഗിഫ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് തൊട്ടടുത്ത് കിട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല സെഷനിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും നിങ്ങളുടെ കുടുംബ സംഗമത്തിന്റെ സംഘാടനത്തെക്കുറിച്ചും നല്ല വാക്ക് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ആ സെഷൻ തുടങ്ങുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ കേട്ടതിന്, എന്നെ ശ്രവിച്ചതിന്, എന്നെ ക്ഷണിച്ചതിന്, എന്നെ ഉൾക്കൊണ്ടതിന് ഹൃദ്യമായ നന്ദി പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുടുംബത്തിൽ ഐശ്വര്യം തരുമാറാകട്ടെ, നന്മ തരുമാറാകട്ടെ, സ്നേഹം തരുമാറാകട്ടെ, പരസ്പരമുള്ള ചർച്ചയും പൊരുത്തവും അല്ലാഹു ഏറ്റി തരുമാറാകട്ടെ. ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ധാരാളം മഹാന്മാരായ ആളുകളുടെ കൊയ്യോടുസ്ഥാനെ പോലുള്ള ആളുകൾ, അവരുടെ കബറിടം അല്ലാഹു സ്വർഗ്ഗപൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.